നിർമ്മിച്ച കൊണ്ടോട്ടി നഗരസഭ പി സീതി ഹാജി സരക ബസ് ടെർമിനലിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിന് ഇവിടെ സ്വാഗതം അർപ്പിക്കുന്നത് കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി നിത ഷഹീർ സിയെ. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും സന്നദ്ധരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് കൊണ്ടോട്ടി നഗരസഭയെ അതുപോലെ കൊണ്ടോട്ടിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായ ഒരു വേദി ഒരുക്കിക്കൊണ്ട് നമ്മളെല്ലാവരും സ്വപ്നം കണ്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഞങ്ങളെ ഭരണസമിതി 2020 ആരംഭിച്ച ഭരണസമിതിയാണ്. അവസാന നാളിൽ ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. എല്ലാ തരത്തിലും സൗകര്യം ഒരുക്കിക്കൊണ്ട് നമുക്കറിയാം, എല്ലാവരും നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് അല്ലെങ്കിൽ എപ്പോഴുമായിട്ട് ഈ ബസ് സ്റ്റാൻഡുകൾ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാ തരത്തിലും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഒരു ബസ് യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു യാത്രക്കാരന് വേണ്ട രീതിയിൽ തൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ്, അതായിരുന്നു ഞങ്ങളെ സ്വപ്നം. ഒരുപാട് ചരിത്രം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലേക്ക് ഉണ്ട്. നമുക്കറിയാം, കൊണ്ടോട്ടിയെ ഒരു കാലത്ത് കൊണ്ടോട്ടിയുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വരികയും അതിനുശേഷം ഏതൊരു തരത്തിലേക്കാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് നവീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ തികച്ചും ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇത്തരത്തിൽ മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഇതിലിപ്പോൾ നമുക്കറിയാം, വികലാംഗരായ ആളുകൾ വന്നാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ, അമ്മമാർ വന്നാൽ അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വനിതകൾക്ക്, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് തികച്ചും ഒരു വ്യത്യസ്തയുണ്ട്. എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ ഒരു സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പുരുഷന്മാർക്കൊരു പ്രത്യേക കേന്ദ്രം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ വനിതകൾക്കുള്ള അതേ പ്രാധാന്യം, ഇക്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും വിശ്രമിച്ചുകൊണ്ട് അല്പനേരം വിശ്രമിച്ചുകൊണ്ട് നല്ല ഒരു ആശ്വാസമായ രീതിയിലേക്ക് യാത്ര ചെയ്യുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കൊണ്ടോട്ടിയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് ഉൽപ്പാദി അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയത് 1987 മുതൽ 1995 കാലഘട്ടത്തിൽ നമ്മുടെ കൊണ്ടോട്ടിയുടെ പ്രസിഡൻ്റായ കോപ്പിലാൻ കുട്ടിയായി സാഹിബ് എന്ന അവരുടെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് ആദ്യമായിട്ട്. പിന്നെ ഉടനീളം 1963 മുതൽ 1959 വരെ നീണ്ട് 16 വർഷം കാലയളവിൽ കൊണ്ടോട്ടി പഞ്ചായത്ത് പ്രസിഡൻ്റായ അതുപോലെ തന്നെ രാഷ്ട്രീയ വിവിധ പ്രാധാന്യമുള്ള നമ്മുടെ കല്ലുങ്ങൽ വീരാൻകുട്ടി സാഹിബ് എന്നുള്ള നാമോദയത്തിൽ 2000 വർഷത്തിലായി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഒരു വെയിറ്റിംഗ് ഷെഡ് ആരംഭിച്ചു. അങ്ങനെ ഉടനീളം ഒരുപാട് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു സൗകര്യങ്ങൾ ഒരുങ്ങിയത്. 2020-25 ഭരണസമിതി ഇവിടെ മുൻ പ്രസിഡൻറ്റുമായ ലത്തീഫ് സാഹിബിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്ക് ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ ശൗചാലയം ആദ്യമായിട്ട് ആരംഭിച്ചു തുടങ്ങിയത്. അതുപോലെ ഇനി നമ്മൾ അതൊക്കെ റിനോവേറ്റ് ചെയ്തുകൊണ്ട് പുനർനിർമ്മിച്ചുകൊണ്ട് വലിയൊരു സ്വപ്നത്തെ ഇവിടെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. നമ്മുടെ ഇതിന് മുന്നേ നമുക്കറിയാം, 2005 മുതൽ 2010 ഭരണസമിതിയുടെ ഭാഗമായിട്ട് കോപ്പിലാൻ ഉമ്മർ ഫാറൂഖ് നേതൃത്വത്തിൽ അതിലായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും അതുപോലെ അന്നത്തെ ഉമ്മൻചാണ്ടി സാഹിബ് മുൻ മുഖ്യമന്ത്രിയുടെ കാലത്തായിരുന്നു ഇത്തരത്തിലുള്ള സംവിധാനം എന്ന് വെച്ചാൽ ഒരു ബസ് സ്റ്റാൻഡ് സംവിധാനമായി മാറിയത്. അങ്ങനെ ഒരുപാട് ചരിത്രത്തിന് ശേഷം ഇതിൽ തികച്ചും ഒരുപാട് സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ള സ്വപ്നത്തിലാണ് ഞങ്ങൾ 2022 ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്ത് 2022 തറക്കല്ലിട്ടുകൊണ്ട് മുൻ പ്രസിഡന്റ് മുൻ ചെയർപേഴ്സണായ ഫാത്തിമത്ത് സുറാബി അവരുടെ കാലത്ത് തറക്കല്ലിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഞങ്ങളെ സ്വപ്നം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വിവിധ പ്രവർത്തികൾ, ക്ഷേമ പ്രവർത്തനമാണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും ഒരുപാട് പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് കടന്നു ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജലം അല്ലെങ്കിൽ എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ഞങ്ങളെ സ്വപ്നമായിരുന്നു. അതും ഇതുപോലെ ഈ അവസാന കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറായ ശ്രീ എൻ ഷംസീർ സാറെ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ അടുത്തതായി നമ്മുടെ MP ET മുഹമ്മദ് ബഷീർ സാഹിബിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ TV ഇബ്രാഹിം സർ, നമ്മുടെ നിയോജക മണ്ഡലം MLA ആയ TV ഇബ്രാഹിം സാറെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ MK റഫീഖ സ്വാഗതം ചെയ്യുന്നു. ശ്രീ P ഉബൈദുള്ള MLA അവരുടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, അതുപോലെ തന്നെ കൗൺസിലർമാർ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയ ആശാ വർക്കേഴ്സ്, അംഗനവാടി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സസ്നേഹം സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയിലേക്ക് നമ്മുടെ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റായ ബിന്ദു ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ രംഗത്തുള്ള മണ്ഡലം പ്രസിഡൻറ്റ്, അതുപോലെ ജബ്ബാർ ഹാജി അവർകൾ, ലത്തീഫ് ക, കബീറ ക, പിന്നെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA TV ഇബ്രാഹിം അവരെ ക്ഷണിച്ചിരുന്നു. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, നമ്മുടെ പ്രിയങ്കരനായ പാർലമെൻറ്റ് അംഗം, യുദ്ധാനന്തര സാഹചര്യത്തിൽ നമ്മുടെ നാടിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോലും ഡെലിഗേഷനിൽ അംഗമായി നാടിൻ്റെ ഒരു വക്താവായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ MP ET മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാനനായ ഹമീദ് മാസ്റ്റർ MLA, പ്രിയപ്പെട്ട ഒബൈദുള്ള MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീമതി റഫീഖ, മുനിസിപ്പാലിറ്റിയുടെ പ്രഗത്ഭയായ പ്രസിഡന്റ് നിത ഷഹീർ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട മുഹീദ്ദീൻ അലി, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട കബീറാക്ക, ജബ്ബാർ ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു, മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ പ്രസിഡന്റ് PVA ലത്തീഫ് സാഹിബ്, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഫിറോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ഫാത്തിമ ബി, അതുപോലെ തന്നെ റംല കുടവണ്ടി, മുനിസിപ്പൽ സെക്രട്ടറി ഫിറോസ് ഖാൻ, വേദിയിലുള്ള മറ്റു വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ഷാദി മുസ്തഫ, വേദിയിലുള്ള മറ്റു മുനിസിപ്പൽ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും ഉപരിയായി സർവോപരി എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ജനാവലിയുള്ള മറ്റൊരു സദസ്സ് ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ടാവില്ല അടുത്ത കാലത്തായി. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയങ്കരനായ MLA ആയിരുന്നു P സീതി ഹാജി. കൊണ്ടോട്ടിക്കാരുടെ MLA ആയും കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖന്മാരിൽ മുന്നണി പോരാളിയുമായിരുന്ന P സീതി ഹാജിയുടെ നാമധേയത്തിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ബസ് കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോൾ ജനസൗഹൃദ മുനിസിപ്പൽ കാര്യാലയമാക്കി മാറ്റുകയും വിപുലമായ സൗകര്യങ്ങൾ പ്രഗത്ഭയായ മുനിസിപ്പൽ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ അദ്ദേഹത്തിന് അവരുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതിനെ പുനർനിർമ്മിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണമെന്ന് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരികയും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഏറ്റവും നല്ല പ്രഗത്ഭനായ പ്രഭാഷകൻ കൂടിയായി മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭയിൽ ഭരണപക്ഷത്തിൻ്റെ ചാട്ടുളിയായി നിലകൊണ്ടിരുന്ന അദ്ദേഹം സ്പീക്കറായത് ആ പാർട്ടിക്കും ആ മുന്നണിക്കും നഷ്ടവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഭാഗ്യവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ അടങ്ങിയിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. നിയമസഭയിലും അദ്ദേഹം സാമാജികനായി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ PK ബഷീറും അദ്ദേഹം തമ്മിൽ ഒരു എല്ലാറ്റിനും ഒരു ശത്രുവാണല്ലോ. PK ബഷീറിന് മുഖ്യ ശത്രുവായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത് ബഹുമാന്യനായ AN ഷംസീറിനെ ആയിരുന്നു.
അദ്ദേഹം സ്പീക്കറായത് അദ്ദേഹത്തിൻ്റെ തന്നെ നാവെടുക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്കെല്ലാവർക്കും സംശയം തോന്നുന്ന വിധത്തിലേക്ക് അത് സ്പീക്കറായി മാറി. പക്ഷേ സ്പീക്കറായി വന്നതിന് ശേഷം കേരളത്തിൻ്റെ നിയമസഭ അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ ചട്ടങ്ങൾ, ഇതെല്ലാം വലിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഈ നിയമസഭയായി മാറ്റി പേപ്പർലെസ് നിയമസഭയാക്കി മാറ്റുന്നതിൻ്റെ പൂർണ്ണതയിൽ അതിനെത്തിച്ചു. അതുപോലെ തന്നെ പാർലമെൻ്ററി സർട്ടിഫിക്കറ്റ് കോഴ്സുകളടക്കം നടപ്പിലാക്കുകയും ഒരു ജനകീയമായ അസംബ്ലിയായിട്ട് കേരളത്തിൻ്റെ അസംബ്ലിയെ മാറ്റിയെടുക്കുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരുടെ പഠന ഗവേഷണത്തിന് പോലും അസംബ്ലിയെയും അതിൻ്റെ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുമാറ് ആകെ മാറ്റം വരുത്തിയ ഒരു സ്പീക്കറാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ വരട്ടെ ഇവിടെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയും 2-3 പ്രാവശ്യം, ഒരിക്കൽ നമ്മുടെ ചെയർപേഴ്സന് പരീക്ഷയായി, സ്പീക്കർ തന്ന ഡേറ്റിന് ചെയർപേഴ്സൺ പരീക്ഷ എഴുതാൻ പോവുകയാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു, ചെയർപേഴ്സൺ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണാണ്, അതുകൊണ്ട് നമുക്ക് അവരുടെ സൗകര്യം മാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ മാറ്റി. 2ാമത്തെ ദിവസം വന്നപ്പോൾ എനിക്കൊരു അസൗകര്യം വന്നു, MLA ഇല്ലാതെ പരിപാടി നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്പീക്കർ മാറ്റി. 3ാമത്തെയും 4ാമത്തെയും വട്ടമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഈ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. സ്പീക്കറോട് അദ്ദേഹത്തോട് ഇവിടെ വന്ന് ഉദ്ഘാടനം നിർവഹിക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, കൊണ്ടോട്ടിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ TV ഇബ്രാഹിം, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം MP ശ്രീ T മുഹമ്മദ് ബഷീർ, ശ്രീ P അബ്ദുൽ ഹമീദ് MLA, ശ്രീ ഉബൈദുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, സ്വാഗതം പറഞ്ഞ ചെയർപേഴ്സൺ നിത, മറ്റ് വേദിയിലെ ജനപ്രതിനിധികളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പരിപാടി തുടർച്ചയായി മാറ്റിവെച്ചതുണ്ടെങ്കിൽ അത് ഈ കൊണ്ടോട്ടി നഗരസഭയുടെ ഈ ബസ് ടെർമിനലിൻ്റെ ഉദ്ഘാടനമാണ്. ഒരുപാട് തവണ മാറ്റി വെച്ചു. ഒരു തവണ എൻ്റെ അസൗകര്യം കൊണ്ട് മാറ്റി. 2ാം തവണ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരു കാരണവശാലും ഒഴിവ് കൊടുക്കാൻ സാധിക്കാത്തൊരു കാരണം ഇവിടുന്ന് പറഞ്ഞപ്പോൾ മാറ്റേണ്ടി വന്നു. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ചെയർപേഴ്സൻ്റെ പരീക്ഷയാണ്, അതുകൊണ്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അത് മാറ്റി. പിന്നീട് വീണ്ടും എൻ്റെ അസൗകര്യം വന്ന് മാറ്റി. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു MLAക്ക് നിരന്തരം സ്പീക്കറെ വന്നൊരു പരിപാടി മാറ്റി ഡേറ്റ് ചോദിക്കേണ്ടി വന്നെങ്കിൽ അത് ഈ ടെർമിനലിൻ്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി നിർബന്ധമായും പങ്കെടുക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA, കൊണ്ടോട്ടിയുടെ പ്രിയപ്പെട്ട MLA, അദ്ദേഹവും ഞാനും ഒന്നിച്ച് 14ാമത് നിയമസഭയിലാണ് വരുന്നത്. ഞാനും അദ്ദേഹവും ഹമീദ് മാസ്റ്ററും. ഞങ്ങൾക്ക് തൊട്ട് മുമ്പിലാണ് ഉബൈദുള്ള ഉൾപ്പെടെയുള്ള ആളുകളുള്ളത്. കേരള നിയമസഭക്കകത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കേരള നിയമസഭയുടെ പ്രത്യേകത, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരിക്കലും വ്യക്തിപരമായ വിദ്വേഷങ്ങളായോ തർക്കങ്ങളോ ആയി മാറാറില്ല. അത് ഭരണകക്ഷി ആയാൽ ഭരണകക്ഷി പരമാവധി ശ്രദ്ധിക്കും, പ്രതിപക്ഷം നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യും. ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ പുതിയ പദവിയാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടത്, നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലാണ്. നിയമസഭ നടത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട്. ഗവൺമെൻറ് ബിസിനസ് നടത്തേണ്ട കാര്യം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചും ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനും രണ്ടുപേരെയും സഹകരിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടത്. അതിൽ ഭരണകക്ഷി സ്വാഭാവികമായും സ്പീക്കർക്ക് എല്ലാ പിന്തുണയും നൽകും. പ്രതിപക്ഷവും ആവശ്യമായ രീതിയിൽ എല്ലാ പിന്തുണയും സ്പീക്കർക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭ പരമാവധി വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഈ പോയ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇവിടെ ഒരു വിമർശനം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത് ആരാണോ ഭരണകക്ഷി അവരാണ്. ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ആരാണോ ഭരണകക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ നഗരസഭയുടെ പുതിയ കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ഏറെ ആദരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തമാശ കേട്ട ബഹുമാന്യനായ നിയമസഭാ സാമാജികനാണ് സീതി ഹാജി. അദ്ദേഹത്തെ പറ്റി അറിയാത്തവരാരുണ്ടല്ലോ, കാരണം അത്രമാത്രം തമാശ കഥകളും അദ്ദേഹത്തിൻ്റെ തന്നെ തമാശയിലൂടെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറേ തമാശയിലൂടെയും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ശ്രീ സീതി ഹാജി. പിന്നെ എനിക്കറിയുന്ന മറ്റൊരു ആളാണ് കൊണ്ടോട്ടി മമ്മൂനി ഹാജി. അദ്ദേഹം ഞങ്ങൾ SFIയുടെ നേതാക്കന്മാരായി പ്രവർത്തകരായി ട്രെയിനിൽ പോകുമ്പം സ്ഥിരമായി ഞങ്ങൾ പരിചയപ്പെടുന്ന മുഖമാണ് മമ്മൂനി ഹാജിയുടേത്. ആ 2 പ്രധാനപ്പെട്ട സാമാജികരുടെ പേരിലാണ് ഇവിടെ ഒരു ടെർമിനലും ഒപ്പം ഇതിൻ്റെ ഗേറ്റും ഉള്ളത്. അവർ 2 പേരുടെ പേരിലും സ്ഥാപിക്കപ്പെട്ട ഈ ബസ് ടെർമിനൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രാദേശിക ഭരണകൂടമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം LSGD. ആ പ്രാദേശിക ഭരണകൂടം തങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നല്ലതുപോലെ നിർവഹിക്കുന്നുണ്ട്. പഴയതുപോലെയല്ല, പ്രാദേശിക ഭരണകൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ ഒരുപാട് അധികാരങ്ങൾ വന്നു. ആ അധികാരങ്ങൾ വന്നപ്പോഴാണ് പ്രാദേശിക ഭരണകൂടം വിചാരിച്ചാൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും. അപ്പോൾ ചോദിക്കും, ഫണ്ടും പ്രാദേശിക ഭരണകൂടത്തിന് സർക്കാരിന് ലഭിക്കും, ഓൺ ഫണ്ട് ഉണ്ടാകും, പ്ലാൻ ഫണ്ട് ഉണ്ടാകും, ഒപ്പം പല രീതിയിൽ സമീപിച്ചാൽ പല ഫണ്ടുകളുണ്ടാകും. നബാർഡിൻ്റെ ഫണ്ട് ഉണ്ടാകും, അതുപോലെ പല ഫണ്ടുകളും കേന്ദ്ര ഗവൺമെൻറ്റെയും വിദേശ ഫണ്ടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സാധിക്കും. കൊണ്ടോട്ടി നഗരസഭ, കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് പരിചിതമായ സ്ഥലമാണ്. കാരണം എയർപോർട്ട് തൊട്ടുകിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു എയർപോർട്ട് വന്നത്. പണ്ട് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത് ഈ കരിപ്പൂർ എയർപോർട്ടാണ്. എപ്പോഴെല്ലാം ഇങ്ങോട്ട് പോകുന്നോ അപ്പോൾ ഞങ്ങൾ കാണുന്നൊരു പ്രദേശമാണ് കൊണ്ടോട്ടി. കൊണ്ടോട്ടി അറിയാത്തവരായി വടക്കൻ കേരളത്തിൽ ആരും ഉണ്ടാകില്ല. കാരണം എയർപോർട്ടിൽ പോകുന്നവരെല്ലാം കാണുന്ന പേരാണ് കൊണ്ടോട്ടി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു മുനിസിപ്പാലിറ്റിയും പ്രാധാന്യമുള്ളൊരു പ്രദേശവുമാണ് ഈ കൊണ്ടോട്ടി. ഈ കൊണ്ടോട്ടിയിൽ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഈ ബസ് ടെർമിനൽ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഈ ബസ് ടെർമിനൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതുപോലെ ഭരണസമിതി ശ്രദ്ധിക്കണം. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം. പ്രാദേശിക ഭരണകൂടങ്ങൾക്കകത്ത് റിസർവേഷൻ കൂടി വന്നതോടുകൂടി വലിയ രീതിയിൽ സ്ത്രീ സംവരണം വന്നു. സ്ത്രീ സംവരണം വന്നപ്പോഴാണ് നല്ല രീതിയിൽ ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ നിത ഉൾപ്പെടെയുള്ള ചെയർപേഴ്സണ്. അദ്ദേഹം ഒരുപക്ഷെ റിസർവേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ചെയർപേഴ്സൺ ആകൂല. റിസർവേഷൻ സംവിധാനം വന്നപ്പോഴാണ് ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾ, കേവലം വീടിനകത്ത് മാത്രം ഇരുന്നവർ, അവർക്ക് പൊതുധാരയുടെ ഭാഗമായി മാറാൻ സാധിച്ചത്. തീർച്ചയായും ഇത്തരം ആളുകളെ, വനിതകളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ നിരവധി പേരുണ്ട്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യമോ പരിഗണനയോ നമ്മളാരും കൊടുക്കാറില്ല. റിസർവേഷൻ വന്നപ്പോഴാണ് സ്ത്രീകൾ അവരുടെ ഈ ലോക്കൽ ബോഡിയിൽ വന്നത്. ഇനി അവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിയമസഭയിലും മറ്റും ഇതുപോലെ പ്രാതിനിധ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ആരും ഒഴിഞ്ഞു കൊടുക്കില്ല. അത് നമ്മളെല്ലാം പുറത്ത് പറയുമെങ്കിൽ അവസാനം വരുമ്പോൾ നമ്മൾ തന്നെ വീതം വെച്ചെടുക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കേവലം ലോക്കൽ ബോഡിയിൽ മാത്രം പോരാ, നിയമസഭയിലും പാർലമെന്റിനകത്തും അവർക്ക് വേണം എന്ന അഭിപ്രായം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിഗണന അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. സുദീർഘമായ പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. ഇപ്പോൾ ഹാരിസ് ബീരാനും കൂടി വന്നു. അപ്പോൾ ഒരുപാട് പേർ പ്രസംഗിക്കാറുണ്ട്. 2 MP-മാരുണ്ട്, 3 MLA-മാരുണ്ട്, പിന്നെ നിങ്ങൾ അവകാശികളായി എടുത്ത് ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പം ഒരു ചടങ്ങ് തന്നെ പരമാവധി നീണ്ടുപോകും. പ്രകൃതിയാണെങ്കിൽ വേണ്ടത്ര നമ്മളെ പിന്തുണക്കൊന്നും ഇന്നത്തെ ഘട്ടത്തിൽ തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, ഞാനിപ്പോൾ പ്രസംഗം നിർത്തിയാൽ എല്ലാവർക്കും ഇവിടെ പ്രസംഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ മഴ പെയ്ത് നിങ്ങളെല്ലാം നല്ല ഒഴിഞ്ഞു പോകും. നിങ്ങൾ ചിലരുണ്ടല്ലോ, അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന പോലെ ഇതിൽ ചിലരെങ്കിലും മഴ പെയ്യാൻ ആഗ്രഹിക്കുന്ന ഭയം വേണ്ടിയിട്ട്. എന്നാൽ ഭൂരിഭാഗം ആൾ ആഗ്രഹിക്കുന്നത് മഴ പെയ്യാതിരിക്കാനാണ്. മഴ പെയ്യാതെ പ്രകൃതി എതിരാവാതെ ഈ പരിപാടി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കാൻ സ്പീക്കർ ഇപ്പം നിർത്തിയാൽ സാധിക്കും. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യം കടന്നു പോവാതെ നവീകരിച്ച സീതി ഹാജി സ്മാരക ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അതിൻ്റെ ലോഞ്ചിങ് കൂടെ ഇവിടെ നിർവഹിക്കുകയാണ്. നേരത്തെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. പുനർനിർമ്മിച്ച നവീകരിച്ച സീതി ഹാജി സ്മാരക ബസ് ടെർമിനൽ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ ലോഞ്ചിങ്ങിലൂടെയും അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ്.
നേരത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശിലാഫലകം നമ്മുടെ LED സ്ക്രീനിൽ കാണാവുന്നതാണ്. നമ്മുടെ പ്രോഗ്രാം പ്രകാരം ആദ്യം റിപ്പോർട്ടായിരുന്നു. അത് സ്പീക്കറുടെ ഒരു അർജൻസി കാരണം നമ്മൾ മാറ്റിവെച്ചതാണ്. അപ്പോൾ അടുത്തതായിട്ട് റിപ്പോർട്ട് ഹ്രസ്വമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യനായ മുഹീദ്ദീൻ അലിയെ ക്ഷണിക്കുന്നു. ആദരണീയനായ നമ്മുടെ MP അഡ്വക്കേറ്റ് ആരിസ് ബീരൻ അവർകളും എത്തിയിട്ടുണ്ട്. സ്പീക്കർക്ക് മുനിസിപ്പാലിറ്റി നൽകുന്ന മനോഹരമായ ഉപഹാരം അത് നൽകുന്ന ചടങ്ങ് കൂടി ഇവിടെയുണ്ട്. ആ ചടങ്ങിന് ശേഷമാണ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ സാറിന് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി നൽകുന്ന ഉപഹാരമാണ് ഇവിടെ നൽകുന്നത്. വേദിയിൽ വെച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി CT ഫാത്തിമത്ത് സുഹറാബി അവരാണ് ഈ ഒരു ഉപഹാരം നമ്മുടെ സ്പീക്കർ സാറിന് നൽകുന്നത്. ഏറെ സമാദരണീയനായ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെ, വറ്റു വേദിയിലുള്ള നമ്മുടെ MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, മറ്റു സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കളെ, വിശദമായ ഒരു പ്രഭാഷണത്തിലൂടെ റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഹ്രസ്വമായി ഈ റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. 1987-1995 കാലയളവിൽ കോപ്പിലാൻ കുട്ട്യാലി സാഹിബ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചത്. കൊണ്ടോട്ടി ബൈപ്പാസ് രൂപീകരിക്കുന്ന സമയത്ത് കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി അന്നത്തെ MLA സീതി ഹാജിയുടെ നേതൃത്വത്തിൽ വാങ്ങിയാണ് ഇത് നിർമ്മിച്ചത്. കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റും ആ കാലയളവിലാണ് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത്. 1963 1979 വരെ നീണ്ട 16 വർഷം കൊണ്ടോട്ടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രധാനിയായിരുന്ന 99 നമ്മോട് വിട പറഞ്ഞ കല്ലുങ്ങൽ വീരാൻകുട്ടി എന്നിവരുടെ നാമധേയത്തിൽ 2000 വർഷത്തിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി വെയിറ്റിംഗ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുകയുണ്ടായി. തുടർന്ന് 2000-2005 ഭരണസമിതി PV ലത്തീഫ് സാഹിബ് പ്രസിഡന്റും കമ്മുകുട്ടി സാഹിബ് വൈസ് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സും പഴയ കൺഫെക്ഷനും നിർമ്മിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തുകയും കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KK മുഹമ്മദ് കുട്ടി എന്ന ബാപ്പുട്ടിയുടെ നാമധേയത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും മുൻ വൈസ് പ്രസിഡന്റായിരുന്ന കുഞ്ഞിരാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ 1ാം നിലയും നാമകരണം ചെയ്തുകൊണ്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥാപിച്ചത്. 2005-2010 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോപ്പിലാൻ ഉമ്മർ ഫാറൂഖിൻ്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ നിലം കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിൽ ആക്കുകയും ആ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ 2009 ശ്രീ ആലി ബാപ്പു പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും K മുഹമ്മദ് ഉണ്ണിയാജി MLA അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഈ ഭരണസമിതിയുടെ കാലത്ത് CT ഫാത്തിമത്ത് സുഹറാബി ചെയർപേഴ്സണും സ്ഥാനം വഹിക്കുമ്പോഴാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 2022 ഏപ്രിൽ 1 ബഹുമാനപ്പെട്ട കൊണ്ടോട്ടിയുടെ ഈ MLA പ്രിയപ്പെട്ട TV ഇബ്രാഹിം സാഹിബ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് 2015-20 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ സ്ട്രക്ചർ വർക്ക് പൂർത്തീകരിച്ച കെട്ടിടത്തിനോട് ചേർന്ന് ഉള്ള വനിതാ ശിക്ഷണത്തിനോട് ചേർന്ന് ആണ് കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. നിലവിലെ ബസ് വെയിറ്റിംഗ് ഷെഡ് നവീകരിക്കുന്നതിന് പുറമെ പ്രവേശന കവാടം K മുഹമ്മദ് ഉണ്ണിഹാജി മുൻ MLA-യുടെ നാമധേയത്തിലും പുതിയ കംഫർട്ട് സ്റ്റേഷൻ, വനിതാ വിശ്രമ കേന്ദ്രം, ജെൻസ് വിശ്രമ കേന്ദ്രം, ജനസേവാ കേന്ദ്രം, കോഫി ഷോപ്പ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് പുതിയതായി ബസ് വെയിറ്റിംഗ് ഷെഡ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോപ്പിലാൻ കുട്ട്യാലി സാഹിബിൻ്റെ നാമധേയത്തിൽ പുതുതായി നിർമ്മിക്കുകയും CCTV സംവിധാനം, LED ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സാധിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ MLA മമ്മൂണി ഹാജിയുടെ സ്മരണക്കായിട്ടാണ് പ്രവേശന കവാടം അദ്ദേഹത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്തത്.
നഗരസഭ തനത് ഫണ്ടിന് പുറമെ സർക്കാർ ഫണ്ടും ഈ പദ്ധതി ഉപയോഗിച്ചിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ശുചിത്വ മിഷൻ അനുവദിച്ച 35 ലക്ഷം രൂപയും 35 ലക്ഷം രൂപ ഉൾപ്പെടെ 1,47 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഈ പദ്ധതി രൂപം നൽകിയത്. ഇതിൻ്റെ അടങ്കൽ തുക ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം 35 ലക്ഷം രൂപയും ബാക്കി തുക 40 ലക്ഷം രൂപ 75 ലക്ഷം രൂപ ചെലവഴിച്ച് സീതി ഹാജിയുടെ നാമധേയത്തിലുള്ള ബസ് ടെർമിനലും കല്ലിങ്ങൽ വീരാൻകുട്ടി സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ബസ് വെയിറ്റിംഗ് ഷെഡും നിർമ്മിക്കുകയുണ്ടായി. ബസ് സ്റ്റാൻഡിലെ 25 ലക്ഷം രൂപ ചെലവഴിച്ച് ബഹുമാനായ കെ മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ പേരിലുള്ള കവാടം സൗന്ദര്യവൽക്കരണത്തോടു കൂടി നിർമ്മാണം പൂർത്തീകരിച്ചത്. 10 ലക്ഷം രൂപ ചെലവഴിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോപ്പിലാൻ കുട്ടിയാലി സാഹിബ് സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഡ്രൈനേജും ഫുട്പാത്തും പുതിയതായി എല്ലാ സൗകര്യങ്ങളും കൂടി പുതിയ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപയും ചെലവഴിച്ച് ആകെ 1,47 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഈ നവീകരിച്ച ബസ് സ്റ്റാൻഡ് 2020-25 ഭരണസമിതി കൊണ്ടോട്ടിക്കായി സമർപ്പിക്കുന്നത് കൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം ഇവിടെ സമർപ്പിക്കുന്നു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ മൊഹീദ്ദീൻ അലിയാണ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ വേദിയിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ മുൻ MLA ആയിരുന്ന കെ മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ നാമധേയത്തിലുള്ള കവാടം ഇനോഗ്രേഷൻ ആണ്. ബഹുമാനപ്പെട്ട ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹബ് അതിന്റെ ഇനോഗ്രേഷൻ നിർവഹിക്കുന്നു. നവീകരിച്ച കൊണ്ടോട്ടി നഗരസഭ ബസ് സ്റ്റാൻഡ് ടെർമിനലിലെ കെ മുഹമ്മദ് ഉണ്ണി ഹാജി സ്മാരക കവാടത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ ശ്രീ ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചത്. MP നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. നമ്മുടെ 3 MLA-മാർ, ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയുണ്ട്. എല്ലാവരും പേരും നമ്മുടെ യുവ MP കൂടിയായിട്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, നമ്മുടെ ഇവിടുത്തെ ചെയർപേഴ്സൺ, അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായി വളരെ ആവേശത്തോടുകൂടി ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ദീർഘമായി സംസാരിക്കുന്നേയില്ല. ആദ്യമായി ഇവിടെ കഠിനാധ്വാനം ചെയ്ത് മുൻകാലകാലത്തിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ നേട്ടം വിശദീകരിച്ച മുനിസിപ്പാലിറ്റിയുടെ എല്ലാ നേതാക്കളെയും അതിൻ്റെ ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവരെയും ഹാർദവമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അസലായിട്ടൊരു ജോലിയാണ് നിങ്ങൾ ചെയ്തത്. ഇത് എത്രയോ കാലമായി ഇതിൻ്റെ സംഗതികൾ അറിയാത്തവരായിട്ട് ആരുമില്ല. നമ്മളൊക്കെ എല്ലാം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഭംഗിയായി ആധുനികമായ എല്ലാ സംവിധാനത്തോടു കൂടി ഇത് ചെയ്തതിലുള്ള സന്തോഷം, ആ സന്തോഷത്തിൽ ഇവിടുത്തെ ഒരു അംഗമെന്നുള്ള നിലയിൽ തന്നെ ഞാനും പങ്കുചേരുകയാണ്. കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മികച്ച പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് നേതൃപരമായ പങ്കുവഹിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൊഹിയുദ്ദീൻ അലിക്ക് കൊണ്ടോട്ടി നഗരസഭ കൗൺസിലർമാരുടെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് വേദിയിൽ വെച്ച് നൽകുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൊഹിയുദ്ദീൻ അലി പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ MP ഈ സ്നേഹോപഹാരം വേദിയിൽ വെച്ച് നൽകുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന സ്നേഹോപഹാരമുണ്ട്. നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് ബീരാൻ MP അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൊഹിയുദ്ദീൻ അലി.
നമ്മുടെ വേദിയിൽ ഇനി കോപ്പിലാൻ കുട്ടിയാലി സ്മാരക പാസഞ്ചർ ലോഞ്ച് ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ശ്രീ ഹാരിസ് ബീരാൻ MP അവറുകളാണ്. ആദ്യം അതിന്റെ ലോഞ്ചിങ് നിർവഹിക്കുന്നു, പിന്നീട് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. കോപ്പിലാൻ കുട്ടിയാലി സ്മാരക പാസഞ്ചർ ലോഞ്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ശ്രീ ഹാരിസ് ബീരാൻ MP. അദ്ദേഹം സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിലെ അധ്യക്ഷനും കൊണ്ടോട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള MLA-യുമായ ശ്രീ TV ഇബ്രാഹിം അവർകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, ഏറ്റവും ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ MP, ഈ കൊണ്ടോട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി നിത ഷഹീർ, അതേപോലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹീദ്ദീൻ അലി ഉൾപ്പെടെയുള്ള കൊണ്ടോട്ടി നഗരസഭയുടെ കൗൺസിലർമാരെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊണ്ടോട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം കൊണ്ടോട്ടിക്കാരായിട്ടുള്ള ഒരുപാട് പേരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ പേഴ്സണൽ സ്റ്റാഫ്. അപ്പോൾ കൊണ്ടോട്ടിയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫ് അംഗം, ഇവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞു, കൊണ്ടോട്ടി എന്ന് പറയുന്ന വാക്ക് തുടങ്ങിയത് കാടുവെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന നാമത്തിൽ നിന്നാണ്. കാടുവെട്ടി എന്ന് പറയുന്ന നാമം ലോപീകരിച്ചുകൊണ്ടാണ് കൊണ്ടോട്ടി ആയിരുന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാരണമായിട്ട് പറയുന്നത് പലതരത്തിലുള്ള സംസ്കാരത്തിൻ്റെ ഒരു സമന്വയമാണ് ഈ ചെറിയ പട്ടണം എന്നുള്ളതാണ്. അത് നമുക്കറിയാം, പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവിടെയുണ്ട്. മോയിൻകുട്ടി വൈദ്യർ ഉൾപ്പെടെയുള്ള മഹാനായ കവികളുണ്ടായ സ്ഥലമാണ്. പക്ഷെ ഭൂമിശാസ്ത്രപരമായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന്, അതായത് കൊണ്ടോട്ടിയിൽ നിന്ന് ലോപിക്കപ്പെടുന്ന പല മാർഗങ്ങളുമാണ്. ആ മാർഗങ്ങളിലേക്കുള്ള ഒരു പട്ടണമായിട്ടാണ് കൊണ്ടോട്ടി നമ്മൾ കാണുന്നത്. പണ്ട് നമുക്കറിയാം കൊണ്ടോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ട് വരുന്നതിന് മുമ്പ് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ എയർപോർട്ട് വന്നതോടുകൂടി കൊണ്ടോട്ടി എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര നഗരമായി മാറിയിരിക്കുകയാണ്, ഒരു എയർപോർട്ട് നഗരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ട് നഗരമായിട്ട് മാറുമ്പോൾ അതിനോടനുസരിച്ചിട്ടുള്ള ഒരു പുരോഗതി അതിൻ്റെ ബാക്കിയുള്ള സംഗതികൾക്കെല്ലാം വരണം. അപ്പോൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മുടെ ഉള്ളത്. ബഹുമാനപ്പെട്ട TV ഇബ്രാഹിം MLA ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. നിങ്ങളുടെ തന്നെ ഒരു ഓർമ്മയിൽ ഒരു 10 വർഷം മുമ്പുള്ള കൊണ്ടോട്ടിയാണോ ഇപ്പോഴുള്ളത്, ഒരു 5 വർഷം മുമ്പുള്ള കൊണ്ടോട്ടിയാണോ ഇപ്പോഴുള്ളതെന്നോ, അത്രമാത്രം ഒരു പുരോഗമനവും അതേപോലെ പുരോഗതിയും ആ വർധനവ് നമ്മൾക്ക് തന്നെ സാമ്പത്തികമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതി ഇവിടെ ആ രീതിയിലേക്കുള്ള ഒരു വളർച്ചയിലേക്കാണ് കൊണ്ടോട്ടി. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഗതാഗത സൗകര്യം എന്ന് പറയുന്നതാണ് നമുക്കറിയാം ഒരു പുരോഗമന നാടിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എയർപോർട്ടുമായിട്ട് അടുത്ത് കിടക്കുന്ന ഈ പട്ടണത്ത് ഗതാഗത സൗകര്യം കൂടി, ആ ഗതാഗത സൗകര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് കൂടി വരുമ്പോൾ അത് എത്രത്തോളം ഈ നഗരത്തിൻ്റെ വികസനത്തിന് ആ ഒരു കൂട്ടുകൂട്ടും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇനി നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ നിന്ന മുനിസിപ്പാലിറ്റിയെയും മുനിസിപ്പൽ ചെയർപേഴ്സണെയും അതേപോലെ തന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അലിയെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇതിനെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജെൻസ് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇനി വേദിയിൽ നിർവഹിക്കുന്നത്. ജെൻസ് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ ബഹുമാനപ്പെട്ട ശ്രീ P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അവറുകളാണ്. അതിന്റെ ലോഞ്ചിങ് അദ്ദേഹം ആദ്യം ഇവിടെ നിർവഹിക്കും. P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, കൊണ്ടോട്ടി നഗരസഭ ജെൻസ് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA. ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ നിയമസഭാ സാമാജികൻ, ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ TV ഇബ്രാഹിം സാഹിബ് MLA, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസഭാ മെമ്പർ ഹാരിസ് ബീരാൻ, ഉബൈദുള്ള MLA,
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, മുനിസിപ്പൽ ചെയർപേഴ്സൺ റിയ ഷഹീർ, പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, മൊയ്തീൻ അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുൻ ചെയർപേഴ്സൺ നമ്മുടെ ഫാത്തിമ ബി, മുനിസിപ്പൽ കൗൺസിലർമാർ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. കൊണ്ടോട്ടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി 2 ചെയർപേഴ്സൺസിനാണ് ഈ കാലാവധിയിൽ ഇവിടെ അധികാരത്തിലിരുന്നത്. ഈ 2 കാലഘട്ടത്തിലും പരമാവധി ലഭ്യമായ ഫണ്ട് വെച്ച് പരമാവധി സൗകര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നൽകുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു ഈ ബസ് ടെർമിനൽ സീരിയാജിയുടെ പേരിൽ. അതിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റിപ്പോർട്ട് അവതരിച്ചിട്ട് മൊയ്ൻ അലി സംസാരിച്ചു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു ബസ് ടെർമിനൽ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാവേണ്ട എല്ലാ സൗകര്യങ്ങളും പരമാവധി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഏകദേശം 147 ലക്ഷം രൂപ മുതൽ മുടക്കി ഇന്ന് ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചത്. ഒരു വലിയ ഹോംവർക്ക് അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. 2 ചെയർപേഴ്സൺസ് ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, നമ്മുടെ മൊയ്ൻ അലി അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ഇനിയും ശേഷിക്കുന്ന കാലങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഉള്ള വിഭവങ്ങൾ വെച്ചത് പൂർത്തീകരിക്കാൻ കൂടി നിലവിലുള്ള ഭരണസമിതിക്ക് സാധിക്കണം. അതിനു വേണ്ടിയായിരിക്കണം തുടർന്നങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനം. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഇവിടെ എന്താണ് നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ജെൻസ് അല്ലേ, വിശ്രമ കേന്ദ്രം, പുരുഷന്മാർക്കുള്ള വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഇനി ഏറ്റവും പുതിയ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ TV ഇബ്രാഹിം MLA ആണ് അത് നിർവഹിക്കുന്നത്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിന്റെ ലോഞ്ചിങ് ഏറ്റവും പുതിയ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനം TV ഇബ്രാഹിം MLA നിർവഹിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏറ്റവും വ്യക്തമായി കാണാം ഏറ്റവും പുതിയ നമ്മുടെ സമുച്ചയത്തിലെ CCTV ലോഞ്ചിങ് നിർവഹിക്കുന്നത് നമ്മുടെ ശ്രീ P. ഉബൈദുള്ള MLA അവറുകളാണ്. വളരെ വ്യത്യസ്തമായൊരു ഉദ്ഘാടന ചടങ്ങിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, മലപ്പുറത്ത് KSRTCയുടെ പുതിയ ആ ഒരു സമുച്ചയം നമ്മുടെ മലപ്പുറത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു സന്തോഷം കൂടെ നമ്മുടെ P. ഉബൈദുള്ള അവറുകൾ MLA നമ്മുടെ വേദിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. സന്തോഷം. നമ്മുടെ P. ഉബൈദുള്ള MLA സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ MLA, എൻ്റെ ബഹുമാന്യ സഹപ്രവർത്തകൻ ശ്രീ TV ഇബ്രാഹിം സാഹിബ്, സ്വാഗതം ആശംസിച്ച കൊണ്ടോട്ടി നഗരസഭയുടെ പ്രിയങ്കരിയായ ചെയർപേഴ്സൺ ശ്രീമതി നിത ഷഹീർ, നമ്മുടെ ബഹുമാനായ അതിഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP അവർകൾ, P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ, കൊണ്ടോട്ടി നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ അഷ്റഫ് മടാൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മൊഹീദ്ദീൻ അലി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മുൻ ചെയർപേഴ്സണുമായ ശ്രീമതി CT ഫാത്തിമത്തി സുഹ്റാബി,
മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കൊണ്ടോട്ടി നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നാണ്. സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ എയർപോർട്ട് കൂടി വന്നതിന് ശേഷം കൊണ്ടോട്ടി നഗരം വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ജനക്കൂട്ടം, കൊണ്ടോട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഷോപ്പിങ്ങിനും മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കും വരുന്നത് കൊണ്ടോട്ടി ടൗണിലാണ്. അതുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് കൊണ്ടോട്ടിക്കാരുടെ മാത്രം ബസ് സ്റ്റാൻഡല്ല, ഒരുപക്ഷെ ഏറനാട്ടിലെയും മലപ്പുറം ജില്ലയിലും നല്ല ഒരു വിഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സണെയും ബന്ധപ്പെട്ട ആളുകളെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കൊണ്ടോട്ടി നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ മറ്റു നഗരസഭകൾക്ക് മാതൃകയായി ഏറെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നഗരസഭയാണ് കൊണ്ടോട്ടി നഗരസഭ എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ആ നഗരസഭയുടെ പ്രവർത്തനത്തിൽ ഒരു പൊൻതൂവൽ കൂടി ഇവിടെ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. പ്രിയങ്കരനായിരുന്ന പി സീതി ഹാജിയുടെയും പ്രിയപ്പെട്ട മമ്മുണ്ണി ഹാജിയുടെയും ഒക്കെ നാമധേയത്തിൽ നേരത്തെ മുൻഗാമികൾ സ്ഥാപിച്ച ബസ് സ്റ്റാൻഡ് ഇന്ന് കാലോചിതമായി പരിഷ്കരിച്ചു. ഇപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിൽ തന്നെയും ഒരു മെട്രോ സിറ്റിയിൽ പോയ ഒരു അനുഭവമാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ തരത്തിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടോട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നേതൃത്വം കൊടുത്ത മുൻ ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ ചെയർപേഴ്സണാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണാണ് ശ്രീമതി നിത ഷഹീർ. അപ്പോൾ ഒരു ഭാവനാസമ്പന്നമായിട്ടുള്ള പ്രവർത്തനമാണ് നിത ഷഹീറിൻ്റെയും അഡാൻ്റെയും അതുപോലെ മൊഹിദ്ദീൻ അലിയുടെയും മറ്റു സഹ കൗൺസിലർമാരെല്ലാവരും ഇവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി ചേർന്ന് മുന്നോട്ട് പോകുന്നു. ഈ വികസന കാര്യത്തിൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമുക്ക് എല്ലാവരും വ്യത്യസ്ത ഏരിയയിലായിരുന്നു. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. വികസനത്തിൽ രാഷ്ട്രീയമല്ല. ബസ് സ്റ്റാൻഡിൽ ബസ് എത്തിക്കാൻ വരുന്നത് ഏതെങ്കിലും പാർട്ടിക്കാരല്ല, എല്ലാവർക്കുള്ളതാണ് ബസ് സ്റ്റാൻഡ്, എല്ലാവർക്കുള്ള റോഡ്. അതുകൊണ്ട് വികസനത്തിൽ രാഷ്ട്രീയമല്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണസമിതിയെയും ശക്തമായി അതിന് പിന്തുണ നൽകുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ദൗത്യം CCTV ഉദ്ഘാടനം അത് നല്ല പ്രധാനപ്പെട്ട സംഗതിയാണ്. ആൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ എല്ലായിടത്തും CCTV ഉണ്ടാവും. അത് ചെറിയ സംഭവമല്ല. എന്തെങ്കിലും കാണിച്ച് ഇവിടെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് രക്ഷപ്പെടാൻ ആരും കരുതണ്ട. CCTV നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്ന കാര്യം നിങ്ങൾ ഉറപ്പെടുത്തിക്കൊണ്ട് അതിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ദ നെക്സ്റ്റ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ഈ ബിൽഡിംഗ് നമുക്കറിയാം, ഈ ഒരു സമുച്ചയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡി വേൾഡ് ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ. അവർക്കുള്ള സ്നേഹോപഹാരം ഈ വേദിയിൽ വെച്ച് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MP ഹാരിസ് ബീരാൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡി വേൾഡിന്റെ പ്രതിനിധികൾ ബാസിദ് ആൻഡ് ടീം അവരെ കൂടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡി വേൾഡ് ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ. വ്യത്യസ്തമായ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഇനി ടെർമിനൽ പ്രകാശപൂരിതമാക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ, DPC ചെയർമാൻ കൂടിയാണ്. അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ കൊണ്ടോട്ടി നഗരസഭ ടെർമിനൽ പ്രകാശപൂരിതമാക്കുന്നു. അതിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നിർവഹിച്ചത്. ശ്രീമതി MK റഫീഖ നമ്മോട് സംസാരിക്കുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നിയോജക മണ്ഡലം MLA TV ഇബ്രാഹിം, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ചെയർപേഴ്സൺ നിത, മറ്റു വേദിയിൽ MP മാരുണ്ട്, MLA മാരുണ്ട്, നമ്മളെ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ കൊണ്ടോട്ടി നഗരസഭ മാതൃകാപരമായിട്ട്
അവരുടെ ഈ ഭരണസമിതിയുടെ 4.5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നവീകരിച്ച സീതി ഹാജി സ്മാരക ബസ് ടെർമിനലിൻ്റെ ഉദ്ഘാടനം ഇന്ന് ബഹുമാന്യായ നമ്മുടെ സ്പീക്കർ നിർവഹിച്ചിരിക്കുന്നത്. ഏതൊരു ഭരണസമിതിയും അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കണം വരുന്ന 5 വർഷക്കാലം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന ഒരു ഭരണസമിതി ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളാണ് ഓരോ ഭരണസമിതിയും ഏറ്റെടുക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഞാൻ ഇതിന് മുമ്പിലൂടെയൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. വന്നപ്പോൾ ഒരു 4.5 വർഷം കൊണ്ട് ഈ നഗരസഭ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ സൈഡിലൂടെ തന്നെ കൃത്യമായിട്ട് അവർ ഫ്ലെക്സിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 4.5 വർഷം നമ്മളൊരു പുസ്തകത്തിനകത്ത്, കാരണം ഓരോ വർഷവും 500-ലധികം വരുന്ന പദ്ധതികളാണ് നഗരസഭയ്ക്കുണ്ടായത്. 500-ൻ്റെ മുകളിലായിരിക്കും നഗരസഭയുടെയൊക്കെ പദ്ധതികൾ. ഈ ഓരോ പദ്ധതികളും എടുത്ത് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് മാതൃകാപരമായി ഈ നഗരസഭയിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായും വ്യക്തമായും അവർ അതിലൂടെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഓരോ ഭരണസമിതിയും മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ സ്പീക്കർ സൂചിപ്പിച്ച പോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണപ്രതിപക്ഷത്തിനപ്പുറത്തേക്ക് നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയാനുള്ള നല്ല മനസ്സ് എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഈ ടെർമിനൽ പ്രകാശപൂരിതമാക്കിയതിൻ്റെ ഉദ്ഘാടനമാണ്. അത് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ഉദ്ഘാടന പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ ഷാ ഫാമിലി അവതരിപ്പിക്കുന്ന മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം ഫെയിം അജിത് കൊണ്ടോട്ടിയുടെ കോമഡി സ്കിറ്റുണ്ട്, ക്ലാസിക് സംഗീതമുണ്ട്, കോൽക്കളിയുണ്ട്, കൈക്കൊട്ടിക്കളിയുണ്ട്, ഒപ്പനയുണ്ട്. കലാവിരുന്നിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത് ശ്രീമതി നിത ഷഹീർ സിയെ, നഗരസഭാ ചെയർപേഴ്സൺ. അതിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നിർവഹിക്കുന്നത്. നേരത്തെ പി ഹമീദ് മാസ്റ്റർ ജെൻസ് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ ചെയർപേഴ്സൺ നിത ഷഹീർ സിയെ വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. താങ്ക് യു. ഒരുപാട് ഉദ്ഘാടന ചടങ്ങുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്കറിയാം ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട്. എല്ലാവർക്കും നല്ല ബിസിനസ് ഉണ്ടാവട്ടെ. മാത്രമല്ല ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ വന്നിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിൽക്കുന്നവർക്ക് ഒരു കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ ഒരു കോഫി ഷോപ്പ് അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കൊണ്ടോട്ടി നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ അഷ്റഫ് മദാൻ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കോഫി ഷോപ്പിന്റെ ലോഞ്ചിങ് ശ്രീ അഷ്റഫ് മദാൻ, നഗരസഭ വൈസ് ചെയർമാൻ, നിർവഹിക്കുന്നു. അഷ്റഫ് മദാൻ സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു ദീർഘമായ ആശംസാ പ്രസംഗത്തിനോ ഉദ്ഘാടന പ്രസംഗത്തിനോ മുതിരുന്നില്ല. കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അഭിമാനവും സന്തോഷവും പകരുന്ന നിമിഷമാണ്. കൊണ്ടോട്ടി അല്ലെങ്കിലും ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്ഥലനാമങ്ങളിൽ ഒന്നാണ്. അത് അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളതുകൊണ്ട് മാത്രമല്ല, കൂട്ടിച്ചേർക്കലും കൂട്ടിപ്പിടിക്കലും മനുഷ്യത്വവും കരുണയും നന്മയും നിറഞ്ഞൊരു പ്രദേശം ഏത് എന്ന ചോദ്യത്തിന് ലോകം നൽകിയ ഉത്തരങ്ങളിൽ ഒന്ന് കൊണ്ടോട്ടി എന്നാണ്. ഞാനിത് പറയാൻ കാരണം 2 മാസങ്ങൾക്ക് മുമ്പാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം തകർന്നു വീണത്. വിമാനത്തിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ കടന്ന് ഒരാളൊഴികെ എല്ലാവരും 30 നിമിഷം കൊണ്ട് മരണപ്പെടുകയുണ്ടായി. അവിടെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ആളുകൾക്കിടയിൽ കൊള്ളക്കാരും പോക്കറ്റടിക്കാരും കടന്നുകൂടി എന്നുള്ളത് നാം അറിയാതെ പോയി. അവർ തെരഞ്ഞത് ഈ അപകടത്തിൽ മൃത്യു വരിച്ചിട്ടുള്ള 100 കണക്കിന് വരുന്ന യാത്രക്കാരിൽ നിന്ന് ബാഗേജിൽ അവശേഷിച്ചിട്ടുള്ള പണവും പണ്ടവുമാണ്. 2020 ഓഗസ്റ്റ് 7-നാണ് കരിപ്പൂരിൽ വിമാനം തകർന്നു വീണത്. കോവിഡ് ഏറ്റവും ശക്തമായി നിൽക്കുന്ന സാഹചര്യമാണ്. ക്ലസ്റ്റർ ഏരിയകളാണ്.
കോവിഡ് ബാധിച്ച നൂറുകണക്കിന് ആളുകളുമായി കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനം ലാൻഡ് ചെയ്ത ഉടനെ കത്തി അമരുകയായിരുന്നു. കൊണ്ടോട്ടിയിലും പരിസരത്തുമുള്ള ആളുകൾ കോവിഡെന്നോ അഗ്നിയെന്നോ ഭയക്കാതെ ആ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് ആഞ്ഞു കയറി. ആയിരക്കണക്കിന് ആളുകൾ ജീവനരക്ഷാ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നു. ഇവിടുത്തെ സകല ആശുപത്രികളും രോഗികളെ കൊണ്ട്, വിമാനയാത്രക്കാരെ കൊണ്ട്, ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. കിട്ടാവുന്ന വാഹനങ്ങളിൽ ആളുകളുമായി എല്ലാവരും ആംബുലൻസും മറ്റു വാഹനങ്ങൾ പോലെ സ്വന്തം വാഹനങ്ങൾ, പുതിയതാണോ അല്ലേ നോക്കിയിട്ടല്ല, ആളുകളുമായി പോയി. ലോകം കൊണ്ടോട്ടിയെ വാഴ്ത്തി കാരുണ്യത്തിൻ്റെ മഹാമുഖമെന്ന് ആ ഒരു മനുഷ്യത്വത്തിൻ്റെ നാമം കൊണ്ടോട്ടിയെന്നാണ്. ഒരാളുടെ ഒരു തരി പൊന്നുപോലും അപഹരിക്കുന്ന ആരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരാളുടെ ഒരു പേഴ്സ് പോലും, ഒരു രേഖ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം 2020 ഓഗസ്റ്റ് 7 നടന്ന ആ സംവിധാനത്തിൽ ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, കൊണ്ടോട്ടി എന്ന് പറയുന്നത് അഭിമാനമുള്ള നാമമാണ്, മനുഷ്യത്വത്തിൻ്റെ നാമമാണ്. നേരത്തെ ഉബൈ സാഹിബും ആരിസ് ബീരാൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ അനുസ്മരിച്ചതുപോലെ ഇതൊരു പ്രത്യേകതയുള്ള നാടാണ്. ആ പ്രത്യേകതയുള്ള നാടിൻ്റെ മർമ്മസ്ഥാനമാണ് കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടിയിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സ്തംഭം, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമാണ് ഈ നഗരസഭയുടെ ഒരു ഭരണസാരഥ്യത്തിലുള്ള ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇപ്പോൾ ഉപാധ്യക്ഷ പദവി വഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതി എനിക്കുള്ളത്. ഈ കൊണ്ടോട്ടിയുടെ ഒരുപാട് CH ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ കൊണ്ടോട്ടിയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൊണ്ടോട്ടിക്കാരെന്നും സ്നേഹത്തോടെ അരുമയോടെ ഓർക്കുന്ന ഒരു നിയമസഭാ സാമാജികൻ P. സീതി ഹാജിയാണ്. സീതി ഹാജിയും അന്ന് KK മുഹമ്മദ് കുട്ടി സാഹിബ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും മരണപ്പെട്ടു പോയ പയേരിയും അന്ന് MLA അല്ലാതിരുന്ന ജനപ്രതിയായിരുന്ന അതുപോലെ തന്നെ മുഹമ്മദ് ഹാജിയും തങ്ങൾ പാപ്പയെ കണ്ട് അന്നത്തെ ചെറിയ ഒരു തുക കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. പിന്നെ കൊണ്ടോട്ടി അതുകൊണ്ടാണ് സീതി ഹാജിയുടെ പേരിൽ ഈ ബസ് സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ജനകീയ ആൾ രൂപമായിരുന്നു 10 കൊല്ലം നമ്മളെ പ്രതികരിച്ച ബഹുമാനായ മുഹമ്മദ് ഉണ്ണി ഹാജി. ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹത്തിനും ഉചിതമായ ഒരു സ്മാരകമുണ്ടാകണം എന്ന ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് മുഹമ്മദ് ഉണ്ണി ഹാജിയുടെ പേരിൽ ഏറ്റവും കമനീയമായിട്ടുള്ള ഒരു ഗേറ്റ്, ഒരു കവാടം ഇവിടെ സ്ഥാപിച്ചത്. നേരത്തെ ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കല്ലിങ്ങൽ വീരാൻകുട്ടിയാക്ക ഉൾപ്പെടെ എല്ലാവരെയും, കോപ്പിലാൻ കുട്ടിയാലി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി അതിൻ്റെ ഒരു ദൗത്യം പൂർത്തീകരിക്കുക. ഈ പ്രദേശം നിങ്ങൾക്കറിയാം, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നേരത്തെ ഉബൈ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചില ആളുകൾക്കൊക്കെ ഒരു ആശങ്ക ഉണ്ട്. എന്താ വെച്ചാൽ കൊണ്ടോട്ടി MLA പോരെ, എന്തിനാണ് ഉബൈ സാഹിബിനെ വിളിച്ചത്, എന്തിനാണ് PK ബഷീർ സാഹിബ്, എന്തിനാണ് വള്ളിക്കുന്ന് MLA? അതിനുള്ള ഉത്തരവാണിത്. കൊണ്ടോട്ടി എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ കൊണ്ടോട്ടി അസംബ്ലിക്കാർ മാത്രമല്ല, കൊണ്ടോട്ടിക്കാർ ഈ ഭാഗത്തുള്ള ബസ് എങ്ങോട്ടാ പോവുക? എനിക്ക് തോന്നുന്നു പാലക്കാട്, കോഴിക്കോട്, മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സുകളിൽ സഞ്ചരിക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ ആളുകൾ നിൽക്കുക അരീക്കോട് ഭാഗത്തേക്ക്, ചെമ്മാട് ഭാഗത്തേക്ക്, കക്കാട് ഭാഗത്തേക്കാണ്. അവർക്ക് ബസ് കയറാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ ഒരു പക്ഷേ പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, മഞ്ചേരി പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഇരട്ടി ആളുകളാണ് ഇതുവരെ വെയിലും മഴയും കൊണ്ടിവിടെ നിന്നിരുന്നത്. അവർക്ക് ഇനി മുതൽ അത് കൊള്ളേണ്ടതില്ല. കമനീയമായിട്ടുള്ള ഒരു പാസഞ്ചർ ലോഞ്ച് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധ്യതമായി. പ്രകാശപൂരിതമാണ് കൊണ്ടോട്ടിയുടെ ബസ് സ്റ്റാൻഡ്. LED ലൈറ്റുകളാൽ സമ്പന്നമാണിത്. എപ്പോഴും സൂര്യശോഭയോടെ, പകൽ ഉദിച്ചുയരുന്ന സൂര്യശോഭയോടെ രാത്രിയും അണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, ബസ് സ്റ്റാൻഡിൽ അപകടകരമായ അനാശാസ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആർക്കും കഴിയില്ല. ബസ്സിൻ്റെ മറവിൽ, ബസ് പാർക്കിങ്ങിൻ്റെ മറവിൽ ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല, പല വ്യാപാരങ്ങളും അനാവശ്യവും എന്താ പറയുക അധാർമികവുമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ സാധിക്കും. അതിലപ്പുറം CCTV സ്ഥാപിച്ചു. ഇവിടെ നടക്കുന്ന മറ്റെന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ കൃത്യമായി ആ CCTVയുടെ സർവീലിയൻസിനകത്ത് ഇത് വരും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിശ്രമിക്കാൻ വെവ്വേറെ സ്ഥലം. ഒരാൾ കൊണ്ടോട്ടിയിൽ വന്ന് ദൂരസ്ഥലത്തുനിന്ന് ബസ്സിറങ്ങി, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഒരു പക്ഷേ തലേ ദിവസം പോകുന്നതാകാം, അർദ്ധരാത്രി പോകുന്നതാകാം. 1000 1200 രൂപ കൊടുത്തുകൊണ്ട് ഒരു റൂം എടുത്ത് അദ്ദേഹം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, കുളിക്കണം. അത് വേണ്ട, 10 20 രൂപ കൊടുത്താൽ ഈ കംഫർട്ട് സ്നേഹനകത്ത് പോയി നന്നായി കുളിച്ച് വസ്ത്രം മാറി തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സൗകര്യമാണ് ഞങ്ങളുടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കംഫർട്ട് സ്റ്റേഷൻ നേരത്തെ ഉണ്ടായിരുന്ന വലിയൊരു ആരോപണം എന്താണ്? ടോയ്ലറ്റിംഗ് സംവിധാനം കുറവാണ്.
ഇപ്പോൾ 50-60 ആളുകൾ ഒന്നിച്ച് വന്ന് ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ 2 ഭാഗങ്ങളിലായി ഞങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷനകത്ത് ധാരാളമുണ്ട്. നേരത്തെയുള്ള കംഫർട്ട് സ്റ്റേഷൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത് അത് എപ്പോഴും തോട്ടിൻ്റെ ഓരത്തായതുകൊണ്ട് എപ്പോഴും വെള്ളം നിറയുക, പൂട്ടുക, ദുർഗന്ധം, അത് അങ്ങോട്ടും ഇങ്ങോട്ട്. ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ, അതിനകത്ത് സ്ത്രീകൾക്ക് വേറെ, കുട്ടികൾക്ക് വേറെ, ഭിന്നശേഷിക്കാർക്ക് വേറെ, പിന്നെ പുരുഷന്മാർക്ക് വേറെ ഒക്കെ. അതുപോലൊപ്പം മുലയൂട്ടുന്ന അമ്മമാർക്ക് എല്ലാ സ്വകാര്യതയും പിന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള മുലയൂട്ടൽ കേന്ദ്രം. ഇങ്ങനെ ഏതെല്ലാം അർത്ഥത്തിൽ ഈ പരിമിതമായ സ്ഥലത്തിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ ഭരണസമിതി ഈ ബസ് സ്റ്റാൻഡിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാനായ സ്പീക്കർ ഒരു കാര്യം പറഞ്ഞു, വികസനത്തിൽ രാഷ്ട്രീയമില്ല. അത് സ്പീക്കർ പറഞ്ഞത് വളരെ ആത്മാർത്ഥം, അതുകൊണ്ടാണ് ഞങ്ങൾ സ്പീക്കറെ വിളിച്ചത്. എന്നാൽ അത് മനസ്സിലാക്കാത്ത ഒരു മുന്നണിയുടെ പേര് ഇടതുമുന്നണി എന്നും ഒടക്ക് മുന്നണി എന്നുമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എന്തിനാണ് അവർ ഈ പരിപാടി ബഹിഷ്കരിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇവിടെ ബഹിഷ്കരിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ? എന്തിനാണ് ബഹിഷ്കരിക്കുന്നത്? ഇതൊരു ജനകീയമായിട്ടുള്ള മുന്നേറ്റമാണ്. ജനാധിപത്യത്തെ സക്രിയമാക്കുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളെ ആത്മാർത്ഥമായി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. പ്രതിപക്ഷം വിമർശിക്കട്ടെ. എത്രമാത്രം ആരോഗ്യകരമായി, എത്രമാത്രം പോസിറ്റീവായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുവോ അത്രയും പോസിറ്റീവായി വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങളും ബഹുമാനായ MLA ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാണ്. പക്ഷേ ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും കിട്ടുമോ? എന്തെങ്കിലും കിട്ടുമോ? ഇലക്ഷൻ ഇയറാണല്ലോ. അതുകൊണ്ട് എന്ത് കൊണ്ടുവന്നാലും അതിനെ രാഷ്ട്രീയമായി കാണുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഈ തരംതാണ മാന്യമല്ലാത്ത രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-ഉം CPI-യും പിന്മാറണം എന്നാണ് സ്പീക്കർ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ മഗ്ന എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാ ഞങ്ങൾ എന്താണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഭരണസമിതി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ അവസാനം, കാരണം 6:45 വരെ സമയമാണ്. ബാക്കിയുള്ള ആൾക്കൊക്കെ പ്രസംഗിക്കാം, നേരമുണ്ട്, കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആളുകൾ നിൽക്കും. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഞങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ സാധാരണക്കാർക്ക് കാര്യം? സാധാരണക്കാരുടെ കാര്യം തന്നെയാണല്ലോ നഗരസഭയുടെ പണി. പാർലമെൻറ്റിലെ നിയമം നഗരസഭയിൽ ഉണ്ടാക്കണില്ല. നിയമസഭയിലെ പോലെ നിയമനിർമ്മാണം നഗരസഭയുടെ പണിയല്ല. നഗരസഭൻ്റെ പണി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതന്നെയാണ് പണി. അതുകൊണ്ടാണ് ഈ എഴുതി വെച്ചതൊന്നും വെറുതെ അല്ല. ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ വരുമ്പോൾ ഈ നഗരസഭയിലെ മുഴുവൻ റോഡുകളും തകർന്നു കിടക്കുകയാണ്. 536 റോഡുകളാണ് ഇന്നലെ വരെയായി ഈ നഗരസഭയുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടാർ ചെയ്തത്. നഗരസഭ 536 1 2 അല്ല. ഞാൻ എൻ്റെ വാർഡിൽ കഴിഞ്ഞ യോഗത്തിൽ ചോദിച്ചു, എൻ്റെ വാർഡിൽ നിന്ന് തൊട്ടപ്പുറത്താ, ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച് പഴയ കാലത്ത് നടന്നതുപോലെ റോഡ് നന്നാക്കാനുണ്ടോ ഇനി ഏതെങ്കിലും എന്ന് ചോദിക്കാൻ ഒരു കൗൺസിലർക്ക് സാധിക്കുന്ന വിധം 100% റോഡുകൾ നന്നാക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ്. നിഷേധിക്കും നിങ്ങൾ? എത്ര കാലമായി കിഫ്ബി കുടിവെള്ള പദ്ധതി നടപ്പിലായില്ലേ? വെള്ളം വന്നു തുടങ്ങിയില്ലേ? 4000 കണക്ഷൻ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ബഹുമാന MLA ഇരിക്കുന്നു. ഏറ്റവും കൂടുതൽ കൃത്യമായി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ജനപ്രതിനിധിയാണ് ബഹുമാന MLA. കഴിഞ്ഞ തവണ എന്നോട് 2 കാര്യങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്ത 2 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒന്ന്, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ 48 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. നമ്മുടെ ജില്ലക്കകത്ത് ആശുപത്രികളിൽ മാത്രമായി കിഫ്ബി ചെലവഴിക്കുന്ന 8 മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഒരു മണ്ഡലത്തിൽ മാത്രമേ പണി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനല്ലേ MLA? അല്ലേ? ഒരു മണ്ഡലത്തിലേ തുടങ്ങിയിട്ടുള്ളൂ. കുറേ ആളുകളുടെ MLA പച്ചർച്ച ഇന്ന് റെഡി ആയിക്കുണ്ടല്ലോ. എന്നോട് കിഫ്ബിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങളെ MLA ശക്തമായി നിരന്തരമായി ഇടപെട്ടത് കൊണ്ട്, ഫോളോ അപ്പ് നടത്തിയത് കൊണ്ടാണ് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞത്. നിന്നോട് പറഞ്ഞതാണ്, ഞാൻ ഷെയർ ചെയ്ത കാര്യമാണത്. NH ദേശീയപാതയുടെ കാര്യത്തിൽ ഞങ്ങൾ 8 കോടി രൂപയുടെ 8.5 കോടി രൂപയുടെ ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട്. നടന്നിട്ടില്ല. NH-ൻ്റെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ്, പണമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ PD-യുടെ പരിഗണനയുള്ളൊരു കാര്യമാണത്. എങ്ങനെ PD-നെ വേഷപ്പുറത്ത് എത്തിയിട്ടുണ്ട്? അവിടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ യോത്ര എന്താ ഇതിലേ പറഞ്ഞത്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു, നിങ്ങളുടെ MLA കൃത്യമായും ശക്തമായും ഇടപെട്ടത് കൊണ്ടാണ് 16 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും NH-മായി ബാധിക്കുന്ന പ്രോജക്റ്റുകളിൽ ഒരു പ്രൊജക്റ്റിന് മാത്രമേ ജീവനുണ്ടായിട്ടുള്ളൂ, ഒരു പ്രൊജക്റ്റ് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ, ഒരു പ്രൊജക്റ്റ് മാത്രമേ പരിഗണനയിലുള്ളൂ. ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടോട്ടി MLA സമർപ്പിച്ചതും കൊണ്ടോട്ടി നഗരസഭ സമർപ്പിച്ചതുമാണ്. അല്ലേ? പിന്നെ അത് നടക്കാതെ പോകുക. ഒരു നഗരസഭ MLA ഇവൽക്കൊക്കെ എന്താ പണി? ഗവൺമെൻറ് ഉത്തരവാദിത്തല്ലേ? NH അതോറിറ്റിക്ക് ഉത്തരവാദിത്തല്ലേ?
കിഫ്ബി കുടിവെള്ള പദ്ധതി, ടാപ്പ് തിരിച്ചാൽ വെള്ളം വരാവുന്ന സ്ഥിതി, 31 മുതൽ 40 വരെയുള്ള വാർഡുകളിൽ വെള്ളം വരാൻ പോവുക. ഞങ്ങളെ വാർഡിലൊക്കെ നല്ല ട്രയൽ കാരണമൊക്കെ ആണെങ്കിൽ മേടിക്കണ്ട. അതിങ്ങനെ തുറക്കുമ്പോൾ ചിലതൊക്കെ ചീയറിന ഒച്ച ഉണ്ടാവും, ചിലത് വെള്ളം കിട്ടൂല. അതുപോലെ വന്ന് നോക്കി ക്ലിയർ ആയാലാണ് ഈ ട്രയൽ എന്ന് പറഞ്ഞത്. ഈ മാസം കൊടുക്കേണ്ട, പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്രാവശ്യം നേരത്തെ മഴ പെയ്തു. കിണറുകൾ ഇഷ്ടമാതിരി വെള്ളമാണ്. ജൂലൈ 15 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ജൂലൈ 30 ആകുമ്പോഴേക്കും ഏകദേശം 60-70% വീടുകളിൽ വെള്ളമെത്തും. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ? കൊണ്ടോട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ആവശ്യമായിട്ടുള്ള മുഴുവൻ സംവിധാനവും 2022 നവംബർ 7 അത് 24 മണിക്കൂർ സംവിധാനമുള്ള കാഷ്വാലിറ്റി ആശുപത്രിയാക്കിയത് ഈ നഗരസഭാ ഭരണ സംവിധാനമാണ്. ഇന്ന് ആർക്കുമാണ് ചെല്ലാലോ? മറ്റത് 5 മണി കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിക്ക് പോകാൻ പറ്റുമോ? 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന OP സംവിധാനത്തോടു കൂടി കൊണ്ടോട്ടി ഗവൺമെൻറ് ആശുപത്രി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഭരണനേട്ടമാണ്. 3 വെൽനസ് സെൻ്ററുകൾ, കൃത്യമായി ചെറിയ ആശുപത്രിക്ക് സമാനമായിട്ടുള്ള 3 വെൽനസ് സെൻ്ററുകൾ ചെമ്മലപ്പറമ്പിൽ, ചേപ്പിലക്കുന്നിൽ, മേലെപ്പറമ്പിൽ. ഡോക്ടർ, നഴ്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫാർമസിസ്റ്റ് എല്ലാവരും ഉണ്ട്. കൊണ്ടോട്ടിയിലെ മുഴുവൻ ഗവൺമെൻറ് സ്കൂളിലും ഇനി ഫർണിച്ചർ വേണ്ട എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഫർണിച്ചർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നഗരസഭയുടെ പേര് കൊണ്ടോട്ടി നഗരസഭ എന്നാണ്. കൊണ്ടോട്ടി നഗരസഭ. ഞങ്ങൾ +1 കഴിഞ്ഞ വർഷം അധിക സീറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കാമെന്ന് ഇവങ്ങൾക്കറിയാം. SLC അയച്ചാൽ കുറേ കുട്ടികൾ പുറത്തേക്കാരം. സർക്കാർ സ്കൂളുകളിൽ അധിക ബാച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അധിക ബാച്ച് കൊടുത്തപ്പോൾ 2 ബാച്ചാണ് കൊണ്ടോട്ടി ഗവൺമെൻറ് സ്കൂളിൽ കിട്ടിയ. MLA ഓർമ്മയുണ്ടോ? 2 ബാച്ച്. എന്തുകൊണ്ട് അവിടെ ഉണ്ടോ? ആകെ DDയുടെ നേതൃത്വത്തിൽ സംഘം പരിശോധിച്ചത് ഭൗതിക സൗകര്യങ്ങളുണ്ടോയെന്നാണ്. ഒരു കോഴ്സ് കൊടുക്കാൻ തീരുമാനിച്ച മേലങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രമല അവിടെ ഇരിപ്പുണ്ട്, 2 കോഴ്സ് കൊടുത്തു. എന്താ കാരണം? ഞങ്ങൾ കൊടുത്ത ബെഞ്ചും ഡെസ്കും അവിടെ കിടക്കുകയാണ്, ബാക്കിയാണ്. ഇപ്പോൾ ബെഞ്ചും ഡെസ്കും ഉണ്ടെങ്കിൽ കോഴ്സ് തരാം. ഒരു കോഴ്സ് കൊടുക്കാൻ പോയ DD 2 കോഴ്സ് കൊടുത്തിട്ടാണ് മടങ്ങി. ഞങ്ങളുടെ നേട്ടമാണ്. ഒരു സ്കൂളിലും ഫർണിച്ചർ കുറവില്ല. ഉണ്ടോ? ഇനി മതി എന്ന് പോലെ എഴുതി കൊടുത്താൽ എയ്ഡഡ് സ്കൂൾ നമ്മൾ കൊടുക്കും അല്ലേ? എങ്ങനല്ലേ? മതി എന്ന് പറഞ്ഞാൽ എയ്ഡഡ് സ്കൂളിന് കൊടുക്കും. 1600 ആളുകളാണ് PMAY പദ്ധതിയിൽ വീടുകളിൽ അന്തിയുറങ്ങി. എൻ്റെ വാർഡിൽ 16 ആളുണ്ട്, 9 ആൾ താമസിച്ചു. ഒരു വാർഡിൽ 16. 2400 ആളുകൾക്കാണ് പിന്നെ വീട് റിപ്പയറിന് ഫണ്ട് കൊടുത്തത്. 2400 ആളുകൾക്ക്. ചെറിയ കാര്യം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ബക്കറ്റായി, മുട്ടക്കോഴിയായി, കുറ്റിക്കുറമുളകായി, ബയോബിന്നായി, പച്ചക്കറിക്ക് വിത്തുകളായി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നഗരസഭയുടെ ദൗത്യം, ഒരു മെസ്സേജ്, ഒരു നന്മ എത്താത്ത വീടുകൾ ഈ 16,000 വീടുകളിൽ എത്രയുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. സകല വീട്ടിലെത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന്. 2 കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലേ? മിക്ക വീടുകളിലും കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജനസൗഹൃദ മുനിസിപ്പൽ ഭരണകാര്യാലയം ഞങ്ങളുടെ സ്വപ്നമാണ്. അതിനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വനിതാ വിശ്രമ കേന്ദ്രം, ലേഡീസ് ഹോസ്റ്റൽ പണി നടന്ന് പൂർത്തീകരിക്കാൻ പോകുന്നു. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശാകേന്ദ്രമാണ് അംഗനവാടികൾ. 53 അംഗനവാടികളും സ്മാർട്ട് അംഗനവാടിയാക്കിയ ഭരണസമിതിയുടെ പേര് കൊണ്ടോട്ടി നഗരസഭയിലെ കൊണ്ടോട്ടി ഭരണസമിതി എന്നാണ്. കൊണ്ടോട്ടി നഗരസഭാ ഭരണസമിതി. എന്താ കാര്യം? നഴ്സറിക്കാനുള്ള കുട്ടികൾ പോകുക. എന്താ നഴ്സറിൻ്റെ പ്രത്യേകത? ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ ഒരാളുടെ ബ്രെയിൻ വളർച്ചയുടെ 90% നടക്കുന്നത് 6 വയസ്സിന് മുമ്പാണ്. ഇപ്പോൾ അല്ലാതെ 7 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർത്തിയിട്ടല്ല, 6 വയസ്സിന് മുമ്പാണ് ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയുടെ 90%. ആ 90% എന്ന് പറയുന്ന ആ സമയത്ത് കുട്ടികൾ പോകുന്ന സ്ഥലം അംഗനവാടികളുണ്ട്. നമ്മൾ അംഗനവാടിയുടെ പയസ്ഥിതി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കൊണ്ടോട്ടി നഗരസഭയ്ക്ക് കീഴിലെ അംഗനവാടികളിൽ വന്നു നോക്ക്. ഹൈടെക് അംഗനവാടികൾ, മുഴുവൻ അംഗനവാടികളും ഹൈടെക് ആക്കിയ കേരളത്തിലെ അപൂർവ നഗരസഭകളിൽ ഒന്നിൻ്റെ പേര് കൊണ്ടോട്ടി നഗരസഭ എന്നാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? 53 അംഗനവാടി ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ 3 അംഗനവാടിക്ക് കെട്ടിടമില്ല. 3 അംഗനവാടിക്കും ഞങ്ങൾ കെട്ടിടം ഉണ്ടാക്കി. 2 MLA ഫണ്ട് കൊടുത്തതാണ്. 100% അംഗനവാടികൾ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ പേര് ഏത് എന്ന് ചോദിച്ചാൽ തെക്കൻ കേരളത്തിൽ വന്ന ICD സൂപ്പർവൈസർ പറഞ്ഞു ആ കൊണ്ടോട്ടിക്കാരെന്ന് അല്ലേ. പോലെ നാട്ടിലൊക്കെ പകുതിയിലേറെ അംഗനവാടികൾ വാടക കെട്ടിടത്തിലാണ്. ബഡ്സ് സ്കൂൾ ഞങ്ങൾ നടത്തുന്നതാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ബഡ്സ് സ്കൂൾ ഏതെന്ന് ചോദ്യത്തിന് കൊണ്ടോട്ടി എന്നാണ് പറയേണ്ട പേര്. ജില്ലയിൽ 2ാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് ഒളിമ്പിക്സ് നടന്നാൽ, മറ്റേ ഭിന്നശേഷിക്കാരുടെ എല്ലാ പരിപാടികളും നടന്നാൽ 1ാം സ്ഥാനത്ത് കൊണ്ടോട്ടി. മറ്റൊന്നും കൂടിയുണ്ട്. ആദ്യമായി ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തിയത് MLA ഉദ്ഘാടനം ചെയ്ത് കൊണ്ടോട്ടി നഗരസഭയാണ്. ഉച്ചക്ക് നോൺ ഫീഡിങ് ഉള്ളതിന് ഉച്ചഭക്ഷണം കൊടുക്കും. പക്ഷേ ഞങ്ങൾക്ക് തോന്നി കുട്ടികളൊക്കെ വരുന്നല്ലേ, പാവം കുട്ടികൾ, അവർക്ക് എന്ത് ചെയ്യണം? പ്രഭാത ഭക്ഷണം കൂടി കൊടുക്കണം. അതുകൊണ്ട്
പ്രഭാത ഭക്ഷണം കൂടി നൽകുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചു. കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തത് ഈ നഗരസഭയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഇത് തരണമെന്ന് വെച്ചു ചുരുക്കാൻ ഇത് പറഞ്ഞാണ്ടാണ്. ഒന്ന് തന്നത് UDID ഫണ്ടിന് 10 കോടിയാണ് ഇപ്പോൾ പുതിയത് കിട്ടിയത്. അതാണ് അപ്പോൾ വലിയ ആരോപണം. UDID അർബൻ ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ് എൻ്റെ പേര്. നഗരങ്ങളിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഫണ്ട് 10 കോടിയാണ് കിട്ടിയത്. ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ ഈ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആകെ അനുമതി ലഭിച്ചത് കൊണ്ടോട്ടി നഗരസഭയ്ക്ക് മാത്രമാണ്. കൊണ്ടോട്ടി നഗരസഭയ്ക്ക് 10 കോടിയാണ്. ആ 10 കോടി മേലാണ് ഇപ്പോൾ എല്ലാവരും കൂടി. ആ 10 കോടി ആയിട്ടുള്ള ചങ്ങന്മാരെ വരാനിരിക്കുന്ന ഭരണസമിതിക്കാണ് അത് നടത്താനുള്ള യോഗം ഉണ്ടാകുക. ഞങ്ങൾ പോകുമ്പോൾ തുടങ്ങിയേക്കണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അലാമത്ത് ഭയങ്കര. അത് അങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് വാങ്ങി അതൊന്നും ഇവിടെ പറയേണ്ട വേദിയല്ലാത്തതുകൊണ്ട് പറയണില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവടക്കം അത് ഓനെക്കൊണ്ട് പറയിപ്പിച്ചിട്ട് അങ്ങനെ അടങ്ങൂല എന്ന് മാത്രമേ ഇപ്പോൾ മറുപടി പറയാനുള്ളൂ. വേറെ അതിന് പറ്റാറില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പദ്ധതി വരുമ്പോൾ തന്നെ 1 കോടി ഇട്ടുണ്ട് പോരില്ല. ഏത് മദ്രസ എന്താ വെച്ച് പഠിച്ചേ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. പൊതുപ്രവർത്തനം ABCD അറിയേണ്ടത്. പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു പദ്ധതി വരുമ്പോൾ തന്നെ അതിൻ്റെ കമ്മീഷൻ ആദ്യം കൊടുക്കല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പദ്ധതി തന്നെ ആയിട്ടില്ല, ടെൻഡർ കഴിഞ്ഞിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല. അപ്പോഴേക്കും തുടങ്ങി. അവിടെ 1 കോടി വാങ്ങി, ഇവിടെ 25 അങ്ങോട്ട് കൊടുത്ത്, 1 വേ ട്രാഫിക് വന്ന് 1 കോടി മെയ്തീനെടുത്ത് കൊടുത്ത് റഹ്മത്ത് മയ്യാറിന് ഓർമ്മല്ലേ? ആ ആളെടുത്ത് 5000 റുപ്യ കിട്ടിയാൽ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒരു പിരിവിനെ ഈ 1 കോടി എടുത്ത് അല്ലേ 1 കോടി 1 വേ ആക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഈ മുതലാളിൻ്റെ ഒരു നല്ല കാര്യത്തിന് 5000 റുപ്യ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അലാമത്തും എനിക്കറിയാം. മൂപ്പറാണ് 1 കോടി റഹ്മത്ത് മുഖേന മൂപ്പര് കൊടുത്തിട്ട് 25 എനിക്ക് മറച്ചത്. ആ പൈസ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കണം കേട്ടോ. അപ്പോൾ UDID ഫണ്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യം, കൊണ്ടോട്ടിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാഴികക്കല്ലാകാൻ പോവുകയാണ് ആ പദ്ധതി. വരാനിരിക്കുന്ന ഭരണസമിതിയുടെ നെറ്റിയിലെ തിലകക്കുറിയായിരിക്കും, സിന്ദൂരക്കുമായിരിക്കും, മാണിക്കക്കല്ലായിരിക്കും ഈ പദ്ധതി. ഇന്ന് എതിർക്കണോലൊക്കെ ആരായാലും നാളെ അതിൻ്റെ പതാകവാഹകരായി മുന്നിലുണ്ടാവുമ്പോൾ ഞാനും ഇതിനൊക്കെ സൈഡിൽ നിന്ന് കൈയടിക്കും. നമ്മളതിനപ്പോൾ ഭരണത്തിലുണ്ടായിക്കോളന്നില്ലല്ലോ, നമുക്ക് അതിനെ യോഗം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊരു പദ്ധതിയാണ്. കൊണ്ടോട്ടിയുടെ മുഖച്ഛായ മാറും, പുതിയ ഡ്രൈനേജുകൾ വരും, വെള്ളക്കെട്ട് മാറും, പാലങ്ങൾ വരും, മുഖസൗന്ദര്യം മാറും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. 10 കോടിയുടെ പദ്ധതി. മറ്റൊന്ന് നമ്മളെ LED മിനിമാസ്റ്റ് ലൈറ്റുകൾ. എനിക്ക് തോന്നുന്നു കൊണ്ടോട്ടി ഞാൻ വെല്ലുവിളിക്കാട്ടോ, ഇപ്പം എല്ലായിടത്തും പറയല്ലേ ലൈറ്റ് ഓഫാക്കിയത് നമ്മുടെ പ്രശ്നം. ഫീസ് കിട്ടിയ ഒരു ബൾബുണ്ട് ഫീസായി അപ്പം വിളിക്കും MLA. MLA അങ്ങനെ ടൗസറിട്ട് തളപ്പിട്ട് ഇതിന് ബാക്കിൽ നിൽക്കല. ഇപ്പം MLA കുറേ ഈ ലൈറ്റ് വെച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വെച്ചു, അതുപോലെ തന്നെ നഗരസഭ വെച്ചു. ഈ വെച്ചതല്ലല്ലോ ഇത്. ഞാനിപ്പോൾ എൻ്റെ വാർഡിലൊരു 100 ചില്ലാനം ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഉഷാദെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. 100 ചില്ലാനം അതിലൊരു 10 ഇങ്ങോട്ട് ഓഫാവും. 10 അങ്ങനെ 10 40 വാർഡിലും കൂടി ഓഫായ 400-നായി. ഈ 400 ഒരു ദിവസം കൊണ്ട് മെയ്തീനയിലേക്ക് നന്നാക്കാൻ ചൊല്ലല്ലോ, എനിക്കും കഴിയൂല. അപ്പോൾ അതിനോട് ആളെ വെച്ചാൽ അങ്ങോട്ട് അതടക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ വന്നതിന് ശേഷം എൻ്റെ വാർഡിൽ മാത്രം 5 പുതിയ ഐമാസ്റ്റ് ഉണ്ട്. ഏത് ബൈക്ക് പോയാലും ലേറ്റാണ്, ഏത് ബൈക്ക് പോയാലും ലേറ്റാണ്. നിങ്ങൾ തൊട്ടപ്പുറത്ത് ഞങ്ങളൊക്കെ ഭരിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്, എൻ്റെ കൂടെ പോരി, വണ്ടിക്കൂലി അടുത്തോളാം. കൊണ്ടോട്ടിയുടെ ഇടവഴികളിൽ, പാത്തുവേകളിൽ, ഗ്രാമീണ റോഡുകളിൽ, തിരിവ് വളവ് മറിവുകളിൽ ഉള്ള അത്രയും ലൈറ്റുകൾ കാണിച്ച് ഞങ്ങൾ പണി പറഞ്ഞ അടുത്തോളാം. ഉണ്ടാവില്ല, ഞങ്ങൾ വെച്ചത്ര ലൈറ്റ് ഉണ്ടാവില്ല, ഞങ്ങൾ വെച്ചത്ര ലൈറ്റ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഈ മീഡിയത്തിലെ ലൈറ്റ് ഉണ്ട് പീസ് അപ്പം ആസാദിനെ വിളിക്കും. അല്ലെങ്കിൽ TV എവിടെ മൂപ്പര് ഇങ്ങനെ തളപ്പിട്ട് നിൽക്കുക. അത് പീസാകുമ്പോൾ കയറാൻ എനിക്ക് വേറെ പണി ഉണ്ടാവില്ലേ? അതിന് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് കാര്യങ്ങൾ, തുല്യതയില്ലാത്ത കാര്യങ്ങൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളുടെ മേന്മ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ചില ആളുകൾ പ്രവർത്തിക്കുന്നതിനെയാണ് ഞാൻ ഉടക്ക് മുന്നണി എന്ന് പറഞ്ഞത്. അത് ഔദ്യോഗിക ചടങ്ങായതുകൊണ്ട് പറഞ്ഞാൽ മോശമില്ലെന്നൊന്നുമില്ല. ഇത് ഔദ്യോഗിക ചടങ്ങാണെങ്കിലും ഞാൻ പറഞ്ഞത് നഗരസഭയുടെ ഔദ്യോഗിക നിലപാടാണ്. നഗരസഭയുടെ ഔദ്യോഗിക അത് എവിടെയും പറയാം. ഞങ്ങൾ മിഞ്ഞാന്ന് തുടക്കം കുറിച്ചാണ് ചിക്കൻ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ അല്ലേ. മിഞ്ഞാന്ന് നമ്മൾ തുടക്കം കുറിച്ച് നമ്മളെല്ലായിടത്തും ഇങ്ങനെയൊക്കെ പറയാൻ തീരുമാനികൾ. വെറുതെ ചെയ്യുന്ന കാര്യത്തിന് ഏതായാലും നിങ്ങളൊന്നും ചെയ്യണ്ട. ചെയ്യാത്ത കാര്യത്തിന് ഒരാളെ കീറി മുറിക്കുമ്പോൾ അത് മുന്നണിയാകട്ടെ, ഭരണസമിതിയാകട്ടെ, MLA ആകട്ടെ, നോക്കി നിൽക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് മാത്രമല്ല ഇലക്ഷൻ, ഞങ്ങൾക്കും ഇലക്ഷനാണ് ഈ കൊല്ലേ, ഞങ്ങൾക്കും ഇലക്ഷനാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലമായി പള്ളിക്കൽ പഞ്ചായത്ത് ഒരു വലിയ പ്രശ്നമാണ്. 30 കൊല്ലം 40 കൊല്ലം എയർപോർട്ട് വന്ന അന്ന് മുതൽ പ്രശ്നം. അതിർത്തി
കൊണ്ടോട്ടി വില്ലേജിൻ്റെ പള്ളിക്ക് PKC ബിന്ദുക്കൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല, എന്നാലും പറയാണ്. കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളത്തിന് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ഒന്നായിട്ട് നമ്മളതിൽ വഴി വരെ അവിടുത്തെ വേസ്റ്റ് നമ്മൾ എടുക്കണം, ലൈറ്റ് നമ്മൾ കറണ്ട് ബില്ല് നമ്മൾ കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഫണ്ടൊക്കെ ആർക്കാണ്? പ്രൊഫഷണൽ ടാക്സ് പള്ളിക്കലിന്, ബിൽഡിംഗ് ടാക്സ് പള്ളിക്കൽ, ₹1 വരുമാനമില്ല. അപ്പോഴാണ് ബഹുമാന MLA ഈ ഭരണസമിതിന് മുമ്പ് നേരത്തെ ഷീബ ചെയർമാനായിരുന്ന സമയത്ത് ബഹുമാന MLA DDCയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് മുഴുവൻ പള്ളിക്കലിനല്ല, കുറച്ച് കൊണ്ടോട്ടിക്കുണ്ട് പറഞ്ഞാണ്. അത് അവതരിപ്പിച്ചു. ആ കാര്യം അവിടെ നിന്നു. ഞങ്ങൾ വന്നതിന് ശേഷം ബഹുമാന MLAയുടെ പിന്തുണയോട് കൂടി ഞങ്ങൾ രണ്ടാമത് എന്ത് ചെയ്തു? ആ ഫയൽ പൊടി തട്ടിയെടുത്തു. ഇപ്പോൾ തീരുമാനമായി. സ്വാഭാവികമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് കുറയുമ്പം പള്ളിക്കൽ പഞ്ചായത്ത് എതിർക്കുമല്ലോ. നമ്മളൊക്കെ സൗഹൃദത്തിലൊക്കെ ആണെങ്കിലും അവർ കാര്യമായി എതിർത്തു. ഞങ്ങൾ വിട്ടില്ല. പള്ളിക്കൽ പഞ്ചായത്ത് 30-ലേറെ വർഷമായി കൈവശം വെച്ചിരുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ 30% ഭൂമി, 1-2 അല്ല, 30% ഭൂമി കൊണ്ടോട്ടി വില്ലേജിനും കൊണ്ടോട്ടി നഗരസഭക്കും അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഭരണസമിതിയാണിത്. 11.5 ലക്ഷം ഉറുപ്പ്യ ഈ കൊല്ലം ബിൽഡിംഗ് ടാക്സ് നമുക്ക് കിട്ടി. അതും 6 മാസത്തത് 11.5 ലക്ഷം. പ്രൊഫഷണൽ ടാക്സിന് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാൻ പോവാണ് ഈ സെപ്റ്റംബറോട് കൂടി. എൻ്റെ PKC ബേജാറാണ്ടാവും. 10-35 ലക്ഷം ഉറുപ്പ്യ പള്ളിക്കൽ പഞ്ചായത്തിന് കുറയും, ഞങ്ങൾക്ക് കൂടും. പള്ളിക്കൽ പഞ്ചായത്തിന് കുറയും, നമുക്ക് കൂടും. ഇനി ഇവിടുന്നാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. തനത് വരുമാനം കൂടും. ഇതൊന്നും ഞങ്ങൾ ആരെയും റീൽ വെച്ചിട്ടേ ആൾക്കാരെ വെച്ചത് പറഞ്ഞില്ല. അങ്ങനെ മോശത്ര നമുക്കുണ്ട്. അതൊന്നും നമുക്ക് തിരുത്തും വേണം. നമ്മളെന്താ വെച്ചാൽ കാപ്പണി മുക്കാച്ചൊറുക്കുന്ന സമയത്ത് മുക്കാപ്പണി കാച്ചൊറുക്കുക നമ്മൾ എടുത്തില്ലാന്നർത്ഥം. അതുകൊണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ചെയ്തിട്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയാണ്, ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ വാർഡ് കൗൺസിലറും ഇവിടെയുണ്ട്, അവരെ സാക്ഷി നിർത്തി പറയുന്നു. വാർഡിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടി നടന്നു നീങ്ങാവുന്ന സാഹചര്യം ഈ 40 കൗൺസിലർമാർക്കും, 32 അല്ല 40 കൗൺസിലർമാർക്കുണ്ട്, വിട്ടുക്കണോൽക്കുണ്ട്. അവർ വലിയ സങ്കടത്തിലാണ് വിട്ടുന്നത്. കുപ്പായൊക്കെ എടുത്തിന് എല്ലാം പോയി ഒക്കെ റെഡിയാക്കി വെച്ചിന്. പക്ഷേ എന്തിനാണ് നമുക്ക് വിളിയാടം വന്നത്? കാരണം എന്താ വെച്ചാൽ പാർട്ടി അങ്ങനെയാണല്ലോ. ഇങ്ങനെ അന്തമില്ലാതായാലും എന്ത് ചെയ്യും? രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നിൽക്കണ്ടേ? എന്തെല്ലാം VD സതീശൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെല്ലാം പറയുക, പിറ്റേന്ന് ഓരോ ഒന്നിച്ചൊരു പരിപാടി. അത് പൊതുപരിപാടിയാണ്. അതല്ല അതിൻ്റെ ഒരു മാന്യത. എന്തൊരു മനോഹരമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. അങ്ങനല്ലേ വേണ്ടത്? ഇവിടെ അനങ്ങിയാൽ പരിപാടി ബഹിഷ്കരിക്കുക, എന്നിട്ടോ ഓലിങ്ങനെ ബഹിഷ്കരിക്കുക. ഒരു പൂച്ചക്കുട്ടി കരയണ ഒച്ചയും കൂടിയും നിങ്ങൾ ബഹിഷ്കരിച്ചിട്ട് രാജ്യത്തുണ്ടാണെങ്കിൽ ഇതിനകം എത്ര തവണ ബഹിഷ്കരിച്ച്? ഇന്ന് ഞാൻ അത് പറഞ്ഞാൽ തവണ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ശീലമുണ്ട്. ഞാൻ ആ സ്പീക്കറെ പ്രസംഗം കേട്ടപ്പോൾ 2 വർത്തമാനം പറഞ്ഞു തോന്നിയാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അതൊക്കെ പറയേണ്ടി വന്നത് ഇനി തരലി കുറിപ്പ് എനിക്ക് വിശദീകരിക്കാനാവില്ല. കാരണം ഇനി ഇത്രയും ആൾക്കാർ ഇനിയും പറയാണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഓരോന്ന് നിന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു പോയതാണ്. എയർപോർട്ട് CR ഫണ്ട്, മറ്റേ ഫണ്ടൊക്കെ ഇനി ഉദ്ഘാടനങ്ങളെ മഹാമഹ കേട്ടോ. ഇതിൻ്റെ ഉദ്ഘാടനം വരാൻ പോവാണ്. മറ്റേ നമ്മുടെ കുടിവെള്ള പദ്ധതിൻ്റെ വിശ്രമ കേന്ദ്രത്തിൻ്റെ നിങ്ങളൊക്കെ അറിയും. ഉദ്ഘാടനം ലാസ്റ്റിക്ക് വെച്ച് തന്നെയാണ്. എന്താ അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 3-4 മാസം ഉദ്ഘാടനം തന്നെയാണ്. കുറേ ഉദ്ഘാടന പരിപാടികളുണ്ട്. ഞങ്ങൾ പോണതിന് മുമ്പ് ഞങ്ങൾ നടത്തിയ പരിപാടിൻ്റെ വിളവെടുപ്പും കഴിഞ്ഞ് അതിൻ്റെ കൊയ്ത്തും മെതിയും കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുള്ളൂ. കൊയ്ത്തും മെതിയും കഴിഞ്ഞിട്ടേ എന്നിട്ട് തന്നെ പോവുള്ളൂ. 3-4 മാസം കൂടി ഉണ്ടല്ലോ. അള്ളാഹു ആയുസും ദീർഘായുസും ആഫിയത്തൊക്കെ ഉണ്ടെങ്കിൽ ദ്വാരക്കാമി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ വന്ന എല്ലാവരെയും നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ഘാടനം ചെയ്താൽ എല്ലാവർക്കും നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ചായ കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് വളരെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു ശ്രീ അശോക് മടാൻ. കല്ലുങ്ങൽ വീരാൻകുട്ടി സ്മാരക പാസഞ്ചേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ശ്രീ AP അനിൽകുമാർ MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ PKC അബ്ദുറഹിമാൻ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. കല്ലുങ്ങൽ വീരാൻകുട്ടി സ്മാരക പാസഞ്ചേഴ്സ് ലോഞ്ച്. ഓക്കെ, കൊണ്ടോട്ടി നഗരസഭ കല്ലുങ്ങൽ വീരാൻകുട്ടി സ്മാരക പാസഞ്ചേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ട PKC അബ്ദുറഹിമാൻ നിർവഹിച്ചത്. അദ്ദേഹം സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കി കൊണ്ടോട്ടി മുനിസിപ്പൽ ഭരണസമിതി മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് ഇവിടെ ഓരോന്നായി ഉദ്ഘാടനം നടക്കുകയാണ്. കല്ലുങ്ങൽ വീരാൻകുട്ടി സാഹിബ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പഴക്കം ചെന്ന ഈ പ്രദേശത്തിൻ്റെ ഭരണ സാരഥ്യത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകൾ അയവിറക്കുന്ന ഒരു പാസഞ്ചർ ലോഞ്ച് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പുതുക്കിയപ്പോഴും നവീകരിച്ചപ്പോഴും അത് നല്ല രീതിയിൽ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി
ഈ നല്ല രീതിയിൽ കാലത്തിനനുസരിച്ച് സാർത്ഥകമാക്കിയ ഈ ഭരണസമിതിയെ എല്ലാ നിലക്കും അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ബിന്ദു അതിന്റെ ലോഞ്ചിങ് ഇവിടെ നിർവഹിക്കുന്നു. ജനസേവന കേന്ദ്രം നമ്മുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ ജനസേവന കേന്ദ്രത്തിന്റെ ലോഞ്ചിങ് ആണ്. പ്രിയപ്പെട്ട ശ്രീമതി കെ ബിന്ദു നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൊണ്ടോട്ടിയുടെ MLA TV ഇബ്രാഹിം അവർകൾ സർ, പ്രിയപ്പെട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ നിത ഷെയർ, വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, പ്രിയപ്പെട്ട PKC അബ്ദുറഹ്മാൻ അവർകൾ, വേദിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നഗരസഭയുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വൈസ് ചെയർമാൻ ഇവിടെ വിശദീകരിച്ചു. വളരെ ഒട്ടേറെ ജനോപകരമായ പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ ബസ് സ്റ്റാൻഡായാലും ജനങ്ങൾക്ക് എല്ലാവർക്കും, സാധാരണക്കാർക്ക്, ഞാനൊക്കെ ഇപ്പോൾ എപ്പോഴും ഇവിടെ ബസ് എത്തിക്കുന്ന ആളായിരുന്നു. മഴ പെയ്യാതെ വെയിലുള്ളാതെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് കുറച്ചു നേരം നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ആധുനിക സൗകര്യങ്ങളോട് കൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് നഗരസഭയുടെ ഓരോ പ്രവർത്തനങ്ങളും അവർ വിലയിരുത്തുന്നതും പ്രവർത്തിക്കുന്നതും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ഫണ്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, പ്രാദേശിക ഭരണകൂടം എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾക്ക് കണ്ടുകൊണ്ടും അതിനനുയോജ്യമായ പ്രവർത്തനങ്ങൾ, പ്രൊജക്റ്റുകൾ വെച്ചുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് നടപ്പാക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതിന് ഈ ഭരണസമിതിക്ക് വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട, അതിനേറെ കഴിവുകളുള്ള ഒരുപാട് ഭരണസമിതി അംഗങ്ങൾ ഇതിലുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളും കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയിലൊക്കെ 100% നമുക്ക് എക്സ്പെൻഡിച്ചറാക്കാൻ കഴിഞ്ഞു. അതിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉള്ളതും വളരെയധികം ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമാണ്. നഗരസഭയുടെ സെക്രട്ടറി, ഇവിടെ എഞ്ചിനീയർമാർ, ഇവരെല്ലാവരും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MLAയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നിയമസഭയിൽ തന്നെ നമ്മുടെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി വിദ്യാഭ്യാസ മേഖലയായാലും മറ്റുള്ള ഏത് മേഖലയായാലും എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് ചെയ്തുകൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്നുണ്ട്. അതും തന്നെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നത് നമ്മുടെ MLA ആണ്. അതുപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോട്ടിയിലുണ്ടാവുന്നത് നമുക്ക് ഏവർക്കും അറിയാം. അതോട് കൂടി തന്നെ ഈ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് കെ ബിന്ദു ബ്ലോക്ക് പ്രസിഡന്റ് നിർവഹിച്ചത്. നമ്മുടെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട കൊണ്ടോട്ടി DYSP ശ്രീ സന്തോഷ് സാർ അവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അതിന്റെ ലോഞ്ചിങ് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത് കരുത്തനായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ A. മൊഹിയുദ്ദീൻ അലി. നമുക്കറിയാം, ഈ ഒരു പുനർനിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ പുനർനിർമ്മാണത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച വ്യക്തി കൂടെയാണ് നമ്മുടെ മൊഹിയുദ്ദീൻ അലി. അദ്ദേഹമാണ് നമ്മുടെ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് സാന്നിധ്യം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ഷാദി മുസ്തഫ നമ്മുടെ ചടങ്ങിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ MLA, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഏറെ
അഭിമാനിക്കാവുന്ന, കൊണ്ടോട്ടിയിലെ കച്ചവടക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിൽ ഇത് സജ്ജീകരിച്ച കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലും കൊണ്ടോട്ടി വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടു കൂടി എല്ലാ വിഷയങ്ങളിലും മുനിസിപ്പാലിറ്റിയോട് സഹകരിച്ച് പോകുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏതൊരു അവസരത്തിലും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ സഹകരണങ്ങളും ഇനിയും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണസമിതിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് കഴിയുന്നതോടുകൂടെ തന്നെ ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം ഫെയിം അജിത് കൊണ്ടോട്ടി ആൻഡ് ടീമിന്റെ കോമഡി സ്കിറ്റുണ്ട്. ഷാ ഫാമിലി അവതരിപ്പിക്കുന്ന മ്യൂസിക് പ്രോഗ്രാമുണ്ട്. വ്യത്യസ്തമാകുന്ന കൈകൊട്ടിക്കളി, അതുപോലെ കോൽക്കളി, ഒപ്പന, ക്ലാസിക് സംഗീതമൊക്കെ നമ്മുടെ വേദിയിൽ നടക്കുന്നുണ്ട്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ നമ്മുടെ വേദിക്കരികിൽ എത്തിച്ചേരും. ഇനി നമ്മോട് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ പി ഫിറോസ്. ഏറ്റവും ബഹുമാന്യനായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ടി വി ഇബ്രാഹിം സാഹിബ് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ ദിനമാണിന്ന്. കാരണം അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടോട്ടി പട്ടണത്തിന് അനുസൃതമായ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡും അതിനോടനുബന്ധിച്ച വിവിധ പദ്ധതികളുമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇവിടെ വൈസ് ചെയർമാനൊക്കെ സൂചിപ്പിച്ചതുപോലെ കൊണ്ടോട്ടി നഗരസഭക്കകത്ത് നടത്തിയ ചില വികസന പദ്ധതികളുടെ കാഴ്ചയാണ് നമ്മളെ ഈ ബസ് വെയിറ്റിംഗ് ഷെഡുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുള്ളത്. എന്നാൽ നൂറുകണക്കിന് വിവിധങ്ങളായ പദ്ധതികൾ കഴിഞ്ഞ 4 വർഷം കാലം ഈ നഗരസഭക്കകത്ത് ഈ ഭരണസമിതിക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ പൊതുജനം മുഴുവൻ ചോദിക്കുന്നതാണ്, ഇത്ര കാലം ഈ ബസ് വെയിറ്റിംഗ് ഷെഡ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് ഇത്ര എന്തുകൊണ്ട് നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. ഇവിടെ അതിൻ്റെ കാരണങ്ങളൊക്കെ ഇവിടെ നമ്മുടെ സ്പീക്കർ അടക്കം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ 1,47,00,000 രൂപയാണ് ഈ ബസ് വെയിറ്റിംഗ് ഷെഡ്, ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി നഗരസഭ വകയിരുത്തിയിട്ടത്. അതൊക്കെ ഞങ്ങൾ 40 കൗൺസിലർമാരുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ വാർഡിലേക്ക് വിവിധ പദ്ധതികൾ ലഭിക്കും. എന്നാൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ടോട്ടിക്കാർക്ക് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ്, ബസ് സ്റ്റാൻഡ് ഇവിടെ പണി ചെയ്ത് തീർക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് 4 കൊല്ലത്തെ ജനങ്ങളെ മുമ്പിൽ അടയാളപ്പെടുത്താവുന്ന ഏറ്റവും വലിയ ഒരു സംരംഭമായി ഈ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ ഭരണതലത്തിൽ, ഉദ്യോഗതലത്തിൽ, അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റംല കൊടവണ്ടി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എന്നിൽ മുന്നിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ഒരു 4 വർഷം കൊണ്ട് ഞങ്ങളുടെ ഒരു ഭരണസമിതി ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതി പടിയിറങ്ങുമ്പോൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ഞങ്ങൾ വന്ന സമയത്തുള്ളൊരു ബസ് സ്റ്റാൻഡും ഇപ്പോൾ ഞങ്ങൾ പടിയിറങ്ങുമ്പോഴുള്ളൊരു ബസ് സ്റ്റാൻഡും തന്നെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മഹത്തായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ജയ് ഹിന്ദ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി വി പി സിദ്ദിഖ് മാഷ് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
പ്രിയമുള്ളവരെ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപട്ടണം കൊണ്ടോട്ടിയുടെ വികസനത്തിൽ ഒരു പുതിയ നാഴികക്കല്ലാണ് നമ്മുടെ ഈ നവീകരിച്ച കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ്. ഇതിന് വളരെ ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച, അത് നടപ്പിലാക്കിയ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയെയും അതിന് പിന്നിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊണ്ടോട്ടി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നഗരസഭ മുൻ ചെയർപേഴ്സണും അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി CT ഫാത്തിമത്ത് സുഹറാബി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെയധികം നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷവും മഹത്തരവും അഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാവരും ഇവിടെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ വൈസ് ചെയർമാനും മറ്റു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചെയർപേഴ്സൺ മറ്റു എല്ലാവരും. അപ്പോൾ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങൾക്ക് ഇത്രയധികം ഈ ഭരണസമിതി വന്നതിന് ശേഷം ചെയ്ത എല്ലാ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ 2020 നമ്മൾ ഈ ഭരണസമിതി വന്നത്. അന്നത്തെ അവസ്ഥയും ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ സംവിധാനങ്ങളും കൂടി ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ സർവശക്തൻ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് വേണമെന്ന് മാത്രം പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഓടക്കൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ P. അഹമ്മദ് കബീർ അദ്ദേഹവും നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. ഈ സമയത്ത് ഇബ്രാഹിം ഓടക്കൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അധ്യക്ഷൻ പോയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഉള്ള സ്റ്റേജിലുള്ള എല്ലാ ആളുകൾക്കും പുറത്തുള്ള എല്ലാ ആളുകൾക്കും ഞാനൊരു ചെറിയ രീതിയിൽ പറയാണ്. കാരണം ഞാൻ പെട്ടെന്ന് ഇവർ വിളിച്ചപ്പോൾ വന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് നിങ്ങളെ സമയം കളയുന്നില്ല. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എന്നും ഈ പരിപാടികൾക്കെല്ലാം ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സിറാജുദ്ദീൻ. കൊണ്ടോട്ടി നഗരസഭയുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ നമ്മുടെ സ്പീക്കർ കൂടിയായിട്ടുള്ള ശ്രീ AN ഷംസീർ സർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ടവർ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ നാടിൻ്റെ വൃത്തി നമ്മൾ കണക്കാക്കുമ്പോൾ അതിൽ പബ്ലിക് ടോയ്ലറ്റുകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ നഗരസഭ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ഈ ഒരു ബസ് ടെർമിനലിനകത്ത് ഉദ്ഘാടനം ചെയ്ത പൊതു ശൗചാലയം, അത് നമ്മുടെ ജില്ലയിൽ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി ഒരുക്കിയിട്ടുള്ള മികച്ചൊരു പൊതു ശൗചാലയമാണ്. നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചിത ഇടവേളകളിൽ ഇടയ്ക്കിടെ നമ്മുടെ നഗരങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെയൊക്കെ വൃത്തി കണക്കാക്കാറുണ്ട്, സർവേ ചെയ്യാറുണ്ട്. കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്വച്ഛ് സർവേക്ഷൻ പോലുള്ള വലിയ സർവേകളും ഇതിൻ്റെ ഭാഗമായി റെഗുലർലി നടക്കുന്നുണ്ട്. ആ ഒരു സർവേകളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രധാനമായും നമ്മുടെ ഈ ശൗചാലയത്തിൻ്റെ ഒക്കെ ഈ ഒരു പബ്ലിക് ടോയ്ലറ്റൊക്കെ നഗരസഭയ്ക്ക് വലിയ രീതിയിൽ മുതൽക്കൂട്ടാകും. അതിൻ്റെ പരിപാലനം കൂടെ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നേരത്തെ നമ്മുടെ വേദിയിലുണ്ടായിരുന്നു PA ജബ്ബാർ ഹാജി, അതുപോലെ അഹമ്മദ് കബീർ അവറുകൾ, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായി നൌഷാദ് ചുള്ളിയനൊക്കെ നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. ഇനി നന്ദി അർപ്പിക്കുന്ന ചടങ്ങിലേക്ക് പോകുന്നു. അതിനു മുന്നേ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, അല്പനിമിഷങ്ങൾക്കകം തന്നെ ഫ്ലവേഴ്സ് ചാനൽ ഫെയിം, ഷാ ഫാമിലി, അതുപോലെ അജിത് കൊണ്ടോട്ടി ആൻഡ് ടീമിൻ്റെ കോമഡി സ്കിറ്റുണ്ട്, ക്ലാസിക് സംഗീതമുണ്ട്, കോൽക്കളിയുണ്ട്, കൈക്കൊട്ടിക്കളിയുണ്ട്, ഒപ്പനയുണ്ട്. കലാപ്രകടനങ്ങളൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കൊണ്ടോട്ടി നഗരസഭാ സെക്രട്ടറി ശ്രീ F. ഫിറോസ് ഖാൻ, നമ്മുടെ കൊണ്ടോട്ടി നഗരസഭ PC ദിഹാജി സ്മാരക ബസ് സ്റ്റാൻഡ് ടെർമിനലിൻ്റെ
ഉദ്ഘാടന ചടങ്ങിന് ഇവിടെ നന്ദി പറയുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കൊണ്ടോട്ടി നഗരസഭയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണിന്ന്. ഒരു ഉദ്ഘാടന പരമ്പര തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു നിമിഷത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ആശംസ നേരുന്നു. അതുപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ടി വി ഇബ്രാഹിം MLA അവർകളെ ഞാൻ എൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിയിട്ടുള്ള ബഹുമാന്യായ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെയും ഞാൻ എൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചിരുന്ന എല്ലാവർക്കും ഒറ്റവേക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.